രക്ഷപ്പെടാം, എങ്ങനെ നമുക്ക് സമ്പത്തുണ്ടാക്കാം എന്നതുമായി ബന്ധപ്പെട്ട വളരെ ജെനുവിനായ, നിങ്ങൾക്ക് ഗുണമുണ്ടാവണം എന്ന് 100% ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരു സെഷനാണ് ഇപ്പോൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഈ കടബാധ്യത എന്ന് പറയുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ വലിയ ഒരു വിഷമമില്ല എന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോ ഞാൻ ചെറിയ ഒരു ചെറിയൊരു ഷെയറിങ്, അതായത് നമ്മുടെ ബ്രെയിനിന്റെ ഒരു ചിത്രമാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആകെ എൻ്റെ ലൈഫിനെ മാറ്റിമറിച്ച ഒരു അതിശക്തമായ ഒരു പഠനമാണ് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ. അതായത് മനുഷ്യന്റെ ഈ തലച്ചോറിന്റെ ഈ ഒരു ചിത്രം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ കടമുള്ള ആൾക്കാരുടെ തലച്ചോറും അതുപോലെ തന്നെ പണമുള്ള ആൾക്കാരുടെ ബ്രെയിനും രണ്ടും രണ്ടാണ്. അനാട്ടമിയിലെല്ലാം ഒന്നാണെങ്കിലും രണ്ടും രണ്ടാണ്. അപ്പോ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആദ്യം നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടി ഞങ്ങളെ അനുവദിക്കണം. അപ്പോഴേ നിങ്ങൾക്ക് ഈ സഹായം ലഭിക്കുകയും. എത്രയോ ആളുകൾ ഉണ്ടാവും, ജസ്റ്റ് ഒന്ന് നോക്കാം, അതല്ലെങ്കിൽ എങ്ങനെയാണോ നമ്മൾ അങ്ങനെയാണ് നമ്മളോടുണ്ടാവുക, എങ്ങനെയാണോ നമ്മൾ അങ്ങനെയാണ് നമ്മളോടുണ്ടാവുക. അത് പ്രപഞ്ചത്തിന്റെ ഒരു നിയമമാണ്. ഏതുപോലെ എന്ന് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ വസ്ത്രത്തിൽ നിങ്ങൾ ഒരു സുഗന്ധം പൂശിയിട്ടുണ്ടെങ്കിൽ അത് അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നല്ല ആസ്വാദ്യകരമായ സുഗന്ധമാണെങ്കിൽ ആ വ്യക്തി സന്തോഷിക്കുകയും അതുപോലെ തന്നെ പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യും. അപ്പോ ആ സന്തോഷിക്കുകയും പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യാൻ കാരണം നമ്മൾ പുരട്ടിയ ആ സുഗന്ധമാണ്, സംശയമൊന്നുമില്ല. നിങ്ങൾ പിന്നെ എന്താ പറയാ, അയാൾക്ക് പ്രയാസമുണ്ടാവണം, അയാൾക്ക് ഇഷ്ടപ്പെടാൻ പാടില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ട് കാര്യമില്ല. ആ സുഗന്ധമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. എന്നതുപോലെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ദുർഗന്ധമുണ്ടെങ്കിൽ ആ ദുർഗന്ധം മറ്റൊരാൾക്ക് അസഹ്യമാണെങ്കിൽ അയാൾ മൂക്ക് പൊത്തുകയോ അല്ലെങ്കിൽ മാറിപ്പോവുകയോ ചെയ്യുന്നതും ഒരു സ്വാഭാവികമാണ്. അതുപോലെയാണ് നമ്മുടെ ബ്രെയിൻ്റെയും അവസ്ഥ എന്ന് പറയുന്നത്. നമ്മുടെ ബ്രെയിന് നമുക്ക് ഏതെങ്കിലും രൂപത്തിൽ ഒരു പ്രത്യേകമായിട്ട്, ഇപ്പോ ഈ ഒരു സെഷൻസ് നോക്കൂ, നമുക്ക് ഗുണപരമായൊന്നും കിട്ടാനുള്ള സാധ്യത കുറവായിരിക്കും. ഇതൊക്കെ വേറെ ഏതെങ്കിലുമൊക്കെ ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇതിന്റെ പിന്നിലൊക്കെ വേറെ പല രഹസ്യങ്ങളൊക്കെ ഉണ്ടാവും. വേറെ കോഴ്സിലോട്ടൊക്കെ ആളുകളെ നയിക്കാൻ വേണ്ടിയിട്ടുള്ളൊക്കെ എന്തൊക്കെയൊക്കെ പരിപാടിയായിരിക്കും. ഏതായാലും ഒന്ന് കണ്ടു നോക്കാം എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് കൊണ്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ ബ്രെയിൻ നിങ്ങൾ എങ്ങോട്ടാണോ ഫോക്കസ് ചെയ്തത് അത് തന്നെ സംഭവിക്കും, ഒരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ ലെവലായിട്ട് 100% ജെനുവിനായിട്ട് എനിക്ക് മാറണം, മാറിയേ പറ്റൂ. ഇപ്പോ നേരത്തെ ഞാൻ ചോദിച്ചപ്പോൾ ചില ആൾക്കാരൊക്കെ പറഞ്ഞു ഫിനാൻഷ്യലി വളരെ അബാൻഡൻസിലോട്ട് പോയി, പിന്നെ താഴോട്ട് പോയി എന്നൊക്കെ പറഞ്ഞു. എൻ്റെ യൂട്യൂബിൽ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ക്ലാസ്സുകൾ ഞാൻ വെച്ചിട്ടുണ്ട്. കാരണം ഇതെല്ലാം ബ്രെയിനിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോൾ ഇവിടെ ആവർത്തിക്കുന്നില്ല. ആ വീഡിയോ വേണമെങ്കിൽ ഈ പ്രോഗ്രാമിന് ശേഷം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മുടെ ഉള്ളിൽ 3 രൂപത്തിൽ സാമ്പത്തികമായ പ്രോഗ്രാമിംഗ് സംഭവിക്കുന്നുണ്ട് എന്നും അതിൽ ഒന്ന് ഇതാണ്. ഒന്ന് എന്ന് പറഞ്ഞാൽ മോഡലിംഗ് ആണ്. മോഡലിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ അവർക്ക് മറുപടിയായിട്ട് പറയുകയാണ് ഇന്നത്തെ സെഷൻ കിടക്കുന്നതിന് മുമ്പ്. നമ്മുടെ ചെറിയ പ്രായത്തിൽ, അതായത് 7 വയസ്സ് വരെയാണ് ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഉപബോധ മനസ്സ് സൃഷ്ടിക്കപ്പെടുന്നത്. 7 വയസ്സിന്റെ ഉള്ളിലാണ്. അപ്പൊ ഈ 7 വയസ്സിന്റെ ഉള്ളിൽ ഫിനാൻഷ്യലി ഇദ്ദേഹവുമായിട്ട് ഏറ്റവും അടുത്ത വ്യക്തിയുടെ സാമ്പത്തികമായ സ്ഥിതി എന്താണോ ആ സ്ഥിതി ഈ വ്യക്തി കോപ്പിയടിക്കുകയും അത് ഈ മനുഷ്യന്റെ ഉള്ളിൽ സമ്പത്തുമായി ബന്ധപ്പെട്ട ഒരു അതിശക്തമായ ഫയലായിട്ട് ഈ വ്യക്തിയുടെ ഉള്ളിൽ അവിടെ ഉല്ലേഖനം ചെയ്യപ്പെടുകയും ഈ വ്യക്തി എത്ര വലുതായാലും ശരി, എത്ര പണമുണ്ടായാലും ശരി, എന്താണോ തൻ്റെ ഉള്ളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടത് അതിലേക്ക് തന്നെ തിരിച്ചു വരിക എന്നതാണ് ഈ വ്യക്തിയുടെ ഒരു പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ. അതായത് ദാരിദ്ര്യമാണ് അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഈ വ്യക്തിയുടെ ഉള്ളിലുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും മോട്ടിവേഷൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിന്റെ ഏതെങ്കിലും ഒരു തള്ളി ചെയ്യും സാമ്പത്തികമായിട്ട് വല്ലാണ്ട് ഉയർന്നു പോയാലും അത് ഏതുപോലെയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ്സിൽ എത്രത്തോളം വെള്ളമാണോ കൊള്ളുക, ആ വെള്ളം ഒരുപക്ഷെ ആ ഗ്ലാസ്സിൽ ഒരു
ഇവരുടെ ഗ്ലാസിന്റെ ഒരു പകുതി അല്ലെങ്കിൽ കാൽ ഭാഗത്തേക്ക് മാത്രമാണ് ഇവരുടെ ഉള്ളിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ഉള്ളതെങ്കിൽ ഒരുപക്ഷെ ആ ഗ്ലാസ് അങ്ങ് നിറഞ്ഞു തുളുമ്പും. നിറഞ്ഞാൽ പിന്നെ പുറത്തോട്ട് ഇങ്ങനെ പോവും. ഇയാളുടെ കയ്യിൽ ഒരു പൈസയും നിൽക്കില്ല, കാരണം നിൽക്കുവാനുള്ള സ്ഥലം മനസ്സിലില്ല. അപ്പൊ അത് ആ ഗ്ലാസ്സിന് വെള്ളം പോകും പോലെ മുഴുവൻ പോകും. പിന്നെ അവസാനം എന്ത് സംഭവിക്കും? ഈ വ്യക്തിയുടെ ഉള്ളിൽ ഏത് പ്രോഗ്രാമിംഗ് ആണോ ഉള്ളത് അതിൽ എത്തുന്നത് വരെ പണം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇത് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. ഞാൻ ഇതിപ്പോ ആവർത്തിക്കുന്നില്ല. പറ്റുമെങ്കിൽ യൂട്യൂബിൽ വീഡിയോ കാണും, അത് നിങ്ങൾ കേൾക്കണം, അതിൽ കാണണം എന്നാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോ ഞാൻ പറഞ്ഞത് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഞങ്ങളെ അനുവദിക്കുക എന്നതാണ്. അതൊരു പേനയും പേപ്പറും ഒക്കെ എടുത്തു വെച്ച് സഗൗരവം എങ്ങനെയാണ് ഈ കാര്യം കൈകാര്യം ചെയ്യുന്നത് എന്ന് ഒന്ന് സവിസ്തരം നോട്ട് ചെയ്യണമെന്നാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, സാമ്പത്തികമായ പ്രതിസന്ധി ഉള്ള ആളുകൾ, അല്ലെങ്കിൽ പണം നഷ്ടപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ക്രൈസിസ് ഉള്ള ആൾക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരിക്കും ശ്രദ്ധിക്കണം. അവർക്ക് കോമൺ ആയിട്ടുണ്ടാവുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും അവരുടെ ഫീലിംഗ് ഏകദേശം എല്ലാവരുടേതും ഒരുപോലെയായിരിക്കും. ശരിക്കും പൗസ് ചെയ്ത് കേൾക്കണം. അതായത് കടബാധ്യതയുള്ള ഒരു വ്യക്തിയുടെ വൈകാരികത എപ്പോഴും വളരെ 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 ഏകദേശം എല്ലാവരുടേതും ഒരുപോലെയായിരിക്കും. നെറ്റി ചുളിച്ചുകൊണ്ട് എപ്പോഴും ഒരുതരം ടെൻഷനിലായിരിക്കും അവരുണ്ടാവുക. അവരുടെ തോട്ട് പാറ്റേണും ഒരു പ്രത്യേക രൂപത്തിൽ മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കടബാധ്യത ഉള്ള ഒരു വ്യക്തി കടത്തിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ, സാമ്പത്തികമായ സമൃദ്ധിയിലോട്ട് പോകണമെങ്കിൽ, ഇപ്പോ ഉള്ള ആ തോട്ട് പാറ്റേൺ ശരിക്ക് കൃത്യമായി സ്പോട്ട് ചെയ്ത് അതിനെ മാറ്റാനുള്ള ബോധപൂർവമായ ചില കാര്യങ്ങൾ ചെയ്യണം. ഇല്ലെങ്കിൽ ഈ വ്യക്തിയെ കടത്തിൽ തന്നെ നിർത്തുവാനുള്ള, സാമ്പത്തികമായ ക്രൈസിസിൽ തന്നെ നിർത്തുവാനുള്ള പ്രധാനമായ കാരണം ഈ വ്യക്തി ഇപ്പോൾ നിലവിൽ കൊണ്ടു നടക്കുന്ന ഈ വൈകാരികതയും അതേപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ചിന്തയും ആണ്. കാരണം ഒരാൾ വളരെ പതറ്റിക് കണ്ടീഷനിലാണ് എങ്കിൽ, വലിയ പ്രശ്നത്തിലാണ്, പ്രതിസന്ധിയിലാണ് എന്ന് അയാളുടെ ബ്രെയിൻ സ്വയം മനസ്സിലാക്കുകയും അങ്ങനെ ആ പതറ്റിക് കണ്ടീഷൻ നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ ഒരിക്കലും ആ അവസ്ഥയിൽ നിന്ന് കരകയറുവാൻ, ആ അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു അവസ്ഥയിലോട്ട് പോകുവാൻ ഒരിക്കലും ആ വ്യക്തിക്ക് സാധിക്കുകയില്ല. മനസ്സിലായില്ലേ? അതായത് പ്രശ്നത്തിൽ, അതിശക്തമായ സങ്കീർണമായ പ്രശ്നത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റൊരു പ്രശ്നം പരിഹരിക്കുവാൻ സാധിക്കുകയില്ല എന്നർത്ഥം. കടത്തിൽ തന്നെ നിൽക്കുവാനുള്ള ഒരു പ്രധാനമായ കാരണം ഈ പറയപ്പെട്ട പ്രതിസന്ധി മനസ്സിന് സൃഷ്ടിച്ചു കൊടുക്കുകയും അതിനനുപാതികമായിട്ടുള്ള ചിന്തകളും കാര്യങ്ങളും ഒക്കെ മനസ്സിൽ കൊണ്ടു നടക്കുകയും വൈകാരികമായി എപ്പോഴും കലങ്ങി മറിഞ്ഞ ഒരവസ്ഥയിലോട്ട് പോവുകയും ചെയ്യുക എന്നതാണ്. ഇത് തിരിച്ചറിയുക എന്നതാണ് ആദ്യത്തെ കാര്യം. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. നമ്മളൊക്കെ ഫിനാൻഷ്യലി പല സമയത്തും വ്യക്തിപരമായിട്ടൊക്കെ, എനിക്കാവട്ടെ, ഞാൻ അറിയുന്ന പല വ്യക്തികളാവട്ടെ, അവർക്കൊക്കെ വ്യക്തിപരമായിട്ട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. എൻ്റെ തന്നെ ഒരു പുസ്തകമുണ്ട്, വിജയത്തിന്റെ രസതന്ത്രം. ആ പുസ്തകത്തിൽ ഞാനൊരു സ്റ്റോറി എഴുതിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ഒരു എഞ്ചിനീയർ ലക്ഷക്കണക്കിന് രൂപയുടെ ഒരു കൊട്ടേഷൻ എടുത്ത്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് കുറെ ബാറ്ററി എടുക്കാൻ വേണ്ടിയിട്ട്, ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ എടുത്ത ഒരു കഥ ഞാൻ പറയുന്നുണ്ട് ആ പുസ്തകത്തിൽ. അങ്ങനെ ബാറ്ററി ഒക്കെ ഫിറ്റ് ചെയ്ത സമയത്താണ് പുള്ളിക്കാരന് മനസ്സിലായത് ഈ ബാറ്ററി ഒന്നും വർക്ക് ചെയ്യുന്നില്ല. പൈസ കൊടുത്തുപോയി. പിന്നെ മാത്രമല്ല, അദ്ദേഹം എല്ലാം ഇൻസ്റ്റാളേഷൻ നടത്തി, എല്ലാവർക്കും കഴിഞ്ഞു, വർക്ക് ഒന്നും ഇനി ചെയ്യാനില്ല. അപ്പൊ അത്രയും ബാധ്യത വന്നു, ശക്തമായ ബാധ്യത വന്നു. അദ്ദേഹം തകർച്ചയിലോട്ട് പോകുന്ന സമയത്ത് അദ്ദേഹം ചിന്തിച്ച ഒരു കാര്യമുണ്ട്. ആ പുസ്തകത്തിൽ ഞാൻ പറയുന്നുണ്ട്, വിജയത്തിന്റെ രസതന്ത്രം എന്ന് പറയുന്ന എൻ്റെ ഒരു പുസ്തകമുണ്ട്. ആമസോണിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ അഡ്മിനുമായിട്ട് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ലഭ്യമായിരിക്കും. അപ്പൊ അതില് അദ്ദേഹം ചെയ്ത ഒരു കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, അദ്ദേഹം ചെയ്തത്, അദ്ദേഹത്തിന്റെ നിലവിലുള്ള അവസ്ഥയുടെ അങ്ങേയറ്റം എന്തായിരിക്കും അദ്ദേഹം ചിന്തിച്ചു.
അതായത് നിലവിൽ തന്റെ സാമ്പത്തികമായിട്ട് ഒരു പ്രതിസന്ധി വരുമ്പോൾ തനിക്ക് സംഭവിക്കാൻ പോകുന്നതിന് മാക്സിമം എന്താണ് സംഭവിക്കുക? പണമൊക്കെ പോവും, ബിസിനസ് പോവും, തകർച്ചയിലോട്ട് പോവും, ഇനി തിരിച്ചു വരാൻ പറ്റാത്ത അത്രയും വലിയ ഡള്ളിലോട്ട് പോവും എന്ന് അദ്ദേഹം ചിന്തിച്ചു. യെസ്, ഇതാണ് ഇതിന്റെ ഏറ്റവും വേസ്റ്റ്, ഏറ്റവും മോശമായ വശം. ഏറ്റവും സംഭവിക്കാൻ സാധ്യതയുള്ള വെച്ച് ഏറ്റവും മോശമായത് ഇതാണ്. പിന്നീട് അദ്ദേഹം ചോദിച്ചു, സ്വയത്തോട് തന്നെ ചോദിച്ചു, ഇതിൽ നിന്ന് എനിക്ക് എങ്ങനെ രക്ഷപ്പെടാം? ശരിക്കും ശ്രദ്ധിക്കണം, ഇതിൽ നിന്ന് എനിക്ക് എങ്ങനെ രക്ഷപ്പെടാം? ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലേക്കാണ് പോകുന്നത്. കാരണം ഇങ്ങനെ ഒരു ചിന്ത ആൾക്കാർ ചിന്തിക്കുന്നതിന് പകരം ഇദ്ദേഹം ചിന്തിച്ച ഫസ്റ്റ് ഈ ഒരു ചിന്തയുണ്ടല്ലോ, അതായത് പ്രയാസം, പ്രതിസന്ധി, ഇതിന് മാക്സിമം ഏത് ലെവൽ വരെ പോകും, വീണ്ടും വീണ്ടും എങ്ങനെ കുഴിഞ്ഞോട്ട് പോകും, എത്ര ദുരന്തത്തിലോട്ട് ഞാൻ പോകുന്നത്, എത്ര പതറ്റിക്കിലോട്ട് ഞാൻ പോകുന്നത്, ഇത് മാത്രമായിരിക്കും മഹാഭൂരിപക്ഷം ആൾക്കാരും ചിന്തിക്കും. ഒരു അറ്റമില്ലാത്ത, അതായത് ഇതിന്റെ മാക്സിമം എത്തിക്കഴിഞ്ഞാൽ അവിടെ നിൽക്കണം, ഇത്ര എനിക്ക് സംഭവിക്കാനുള്ളത് മാക്സിമം. അത് നിർത്തിയതിനു ശേഷം പുള്ളിക്കാരൻ ചോദിച്ചു, ഇനി ഇതിനെന്താണ് ഒരു പരിഹാരം? വിച്ച് സൊല്യൂഷൻ ഐ വാണ്ട് ടു ഡു? മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ തലച്ചോറ് എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഇത് ഒരു കളിയായ കാര്യമല്ല. അതായത് ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം ബ്രെയിന് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നതിനെ കുറിച്ച് നിങ്ങൾ ബോധപൂർവം ചിന്തിക്കുന്ന കാര്യങ്ങളിലൂടെ അല്ലാതെ ബ്രെയിൻ ഒരിക്കലും തിരിച്ചറിയില്ല. നിങ്ങൾക്ക് എന്ത് വേണം എന്നത് നിങ്ങൾ ബോധപൂർവം ചിന്തിക്കുന്നതിലൂടെ അല്ലാതെ, അല്ലെങ്കിൽ ബോധപൂർവമോ അബോധപൂർവമോ നിങ്ങളുടെ മനസ്സിൽ ഇട്ടുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളിൽ നിന്നല്ലാതെ നിങ്ങളെ ബ്രെയിൻ ഒന്നും മനസ്സിലാക്കുകയില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു പിക്ചറാണ്. നിങ്ങൾ ഇതിന്റെ മാക്സിമം വേസ്റ്റ് വേർഷനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ബ്രെയിൻ തിരിച്ചറിയുന്നത് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി കൂടുതലായിട്ട് വേണം എന്ന രൂപത്തിലാണ് ബ്രെയിനിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് പോവുക. മനസ്സിലായി? ബ്രെയിൻ ഈ അണ്ടർസ്റ്റാൻഡിങ്ങിലോട്ട് പോകുവാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ ഉള്ളിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന ഈ ഫീലിംഗ് തന്നെ, വല്ലാത്ത വിഷമം, വല്ലാത്ത പ്രശ്നം, വല്ലാത്ത പ്രതിസന്ധി, എപ്പോഴും അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, എപ്പോഴും നെഞ്ചടിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ ബ്രെയിൻ മനസ്സിലാക്കുന്നത് ഇയാളെ രക്ഷപ്പെടുത്തണമെങ്കിൽ കുറെ കൂടി ആഴത്തിലോട്ട് കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോയി കൊണ്ടിരിക്കുകയാണ് ഇന്ന് മഹാഭൂരിപക്ഷം ആൾക്കാരെയും. ശരിയോ തെറ്റോ? പ്ലീസ് ടാപ്പ് യെസ് ഓർ നോ. ഇതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയുന്നത്. ഇന്ന് ഞാനൊരു തെറാപ്പി ഉൾപ്പെടെ ചെയ്യും ഇന്നത്തെ സെഷനിൽ. അതുകൊണ്ട് എല്ലാം കേട്ട് എല്ലാ വർക്കുകളും ചെയ്തതിനു ശേഷം മാത്രമേ എല്ലാവരും പോകും. അപ്പോ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മഹാഭൂരിപക്ഷം ആൾക്കാരും ഈ ഒരു ട്രാപ്പിലാണ്. ഈ പ്രതിസന്ധിയിൽ നിന്നും കൂടുതൽ 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 കൂടുതൽ. അതുകൊണ്ട് ആദ്യത്തെ നിങ്ങളുടെ വർക്ക് എന്താ ചോദിക്കുകയാണെങ്കിൽ, ഈ ഒരു അവസ്ഥയിൽ നിന്നും നമുക്ക് മാറ്റം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ടും ഇന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലോട് പോയേ പറ്റൂ. ഇല്ലെങ്കിൽ സാമ്പത്തികമായ ബാധ്യത നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ സാറേ, ഇത്രയും ഫിനാൻഷ്യൽ ക്രൈസിസ്, ലക്ഷങ്ങൾ കോടികൾ ബാധ്യതയുള്ള ഈ ഒരു സമയത്ത് ഞാൻ എങ്ങനെയാണ് സാറേ സമാധാനപ്പെടുക? അത് ആർക്കെങ്കിലും പറ്റുമോ? സാറിന് പറ്റുമോ? സാറിന് പറയാൻ നല്ല സുഖമാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാൻ കാരണം, നമ്മുടെ ഉള്ളിലെ പ്രോഗ്രാമിംഗ് ഈ സമയത്ത് ഇങ്ങനെ ടെൻഷൻ ആവലാണ് നല്ലത്, അല്ലെങ്കിൽ ഇതാണ് വേണ്ടത് എന്ന് നമ്മൾ പോലും അറിയാതെ കയറി കൂടിയ ഒരു പ്രോഗ്രാമിങ്ങിന്റെ ഭാഗമായിട്ടാണ് പ്രിയപ്പെട്ടവരത് സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നതാണ്. അതായത് നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഏതൊക്കെ അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായ എഴുതി തയ്യാറാക്കിയ എഴുതണം.
എന്റെ ഈ ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെ കടന്നു പോകുമ്പോൾ ഒന്ന് നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ് എഴുതണം. ഒരു പേപ്പറിൽ എഴുതണം, പറ്റുമെങ്കിൽ ഇപ്പോൾ തന്നെ എഴുതിക്കോളൂ. ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? ഈ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉള്ള സമയത്ത് എന്റെ ചിന്ത എപ്പോഴും എങ്ങനെയാണ്? എന്റെ വൈകാരികത എന്താണ്? ഇത് സ്വയം തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസ്, നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകൾ, നമ്മളിപ്പോൾ കൂടിച്ചേരുന്ന വ്യക്തികൾ, ഇവരെല്ലാം ആരാണ്? ഇതിനെക്കുറിച്ചും ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉള്ള സമയത്ത് ഒരു വ്യക്തിക്ക് ഒരിക്കലും സാമ്പത്തികമായ മുന്നേറ്റത്തിലേക്ക് നയിക്കുന്ന ചിന്തകളും വിസരങ്ങളും ഉള്ളിലോട്ട് സന്നിവേശിപ്പിക്കുവാൻ പാകത്തിനുള്ള വീഡിയോസ് കാണുവാനുള്ള സാധ്യത കുറവായിരിക്കും. അയാൾക്ക് രക്ഷപ്പെടുവാൻ നമുക്കറിയാം, നമുക്ക് ചുറ്റും ഏകദേശം 2 ബില്യൺ ഇൻഫർമേഷൻസുകൾ ഓരോ സെക്കൻഡിലും നമുക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ഈ വൈകാരികത, ഫീലിങ്സ്, ചിന്ത, ഇത് വളരെയധികം പതറ്റിക്കാണെങ്കിൽ, നമുക്ക് ചുറ്റും അവസരങ്ങളുടെ പരദീസ ഉണ്ടെങ്കിലും നമ്മുടെ ബ്രെയിൻ റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ത് മാത്രമേ അതിൽ നിന്ന് എടുക്കൂ? നമ്മുടെ ഇന്നത്തെ ഈ മാനസികാവസ്ഥയെ ന്യായീകരിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ എടുക്കൂ. ഉദാഹരണമായിട്ട്, ഈ ഒരു ക്ലാസ് കേൾക്കാൻ വേണ്ടി വന്ന ഒരാൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതൊന്നും നടക്കാൻ പോകുന്നില്ലേ, അല്ലെങ്കിൽ ഒരൊറ്റ ദിവസത്തെ ക്ലാസ് കൊണ്ട് എൻ്റെ ഈ ലക്ഷോപലക്ഷം സാമ്പത്തിക ബാധ്യത തീരുമെന്നു, അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ലേ എന്നും ഒരാൾ ചിന്തിച്ചുകൊണ്ട് ഈ സെഷൻ കേൾക്കുകയാണെങ്കിൽ, അയാളുടെ ലൈഫ് മാറുവാൻ ആവശ്യമായ ശക്തമായ സ്പാർക്കുകളൊക്കെ ഞാൻ ഇവിടുന്ന് പറഞ്ഞാലും ആ വ്യക്തിയുടെ മനസ്സ് എന്തുമാത്രം പിടിച്ചെടുക്കും? ഇങ്ങേരിപ്പോ എന്താ പറഞ്ഞു, എന്നും പറയുന്ന ചില കാര്യങ്ങളല്ലാതെ എനിക്കൊന്നും മനസ്സിലായില്ല. അതായത് അദ്ദേഹം ഇതൊന്നും നടക്കില്ല എന്ന് വിചാരിച്ചതിനെ ന്യായീകരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ അയാളുടെ ബ്രെയിൻ കണ്ടുപിടിക്കൂ. മനസ്സിലായോ? ഒരു കാമുകൻ ഒരു കാമുകിയെ പ്രേമിക്കുന്ന സമയത്ത് ഈ കാമുകൻ അയാളെ ഇഷ്ടപ്പെടുന്നു, ആ കാമുകിയുമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള ഇമോഷണലി ആയിട്ടുള്ള ഒരു അവസ്ഥ എന്താണോ ഈ കാമുകന്, അത് ഹാപ്പി ആണെങ്കിൽ, അത് സ്നേഹമാണെങ്കിൽ, അത് സന്തോഷമാണെങ്കിൽ, ഇയാളുടെ ബ്രെയിൻ, ഇയാളുടെ റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ഈ ലേഡിയുടെ നല്ല ക്വാളിറ്റി മാത്രം, അതായത് ഇദ്ദേഹം ഇഷ്ടപ്പെടുവാൻ പാകത്തിനുള്ള ക്വാളിറ്റി മാത്രം സോർട്ട് ഔട്ട് ചെയ്ത് ഇദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കും. അത് കാണുമ്പോഴെല്ലാം ഇയാൾക്ക് തോന്നും, ഞാൻ വിചാരിച്ച ശരിയാണ്, കണ്ടോ അവളുടെ നടത്തം കണ്ടോ, ആ സമയത്ത് ബിഹേവിയർ കണ്ടോ, അവരുടെ സംസാര രീതി കണ്ടോ, അവളുടെ വാക്ക് കണ്ടോ, ആ സമയത്ത് ഒരു ചിരി കണ്ടോ, കറക്റ്റ് അല്ലേ അത്? ഇത് മാത്രമേ ആ വ്യക്തി കാണൂ. എന്നാൽ ഇവർ ഒന്നായി കഴിഞ്ഞാൽ ഇവർക്ക് പരസ്പരം ആ സ്നേഹമൊക്കെ കുറഞ്ഞ് അനിഷ്ടത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ നേരത്തെ ഉള്ളത് വ്യത്യസ്തമായ രൂപത്തിലാണെങ്കിൽ, അപ്പോ ഈ ബ്രെയിൻ റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം തിരിഞ്ഞുകൊണ്ട് കാണിക്കാൻ വേണ്ടി തുടങ്ങും ഇവരുടെ കുറ്റങ്ങൾ മാത്രം. അതായത് ഇവരുടെ ഫീലിംഗ് എന്താണോ, ഈ ഫീലിങ്ങിനെ ന്യായീകരിക്കുവാൻ, കണ്ടോ 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 കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ വിചാരിച്ചത് ശരിയല്ലേ, നോക്കൂ. ഇത് എല്ലാ കാര്യത്തിലും ഒരുപോലെയാണ് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഞാൻ ആദ്യം നിങ്ങളോട് പറയുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, ഏത് ബാധ്യതയും തീർക്കുന്നതിന് മുമ്പ് നമ്മൾ ഇപ്പോൾ ഏതൊക്കെ രൂപത്തിലാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പേപ്പറിൽ എഴുതണം. എന്തിനാ പേപ്പറിൽ എഴുതേണ്ടത്? നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് നോക്കിയാൽ കാണാൻ പറ്റും. ഞാനൊക്കെ എത്രയോ എഴുതി ഈ പേപ്പറിൽ എഴുതുമ്പോഴാണ് നമ്മുടെ ഉപബോധ മനസ്സിലോട്ട് മറയില്ലാതെ പോവുകയുള്ളൂ. എന്തിനാ നമ്മൾ സ്കൂളിലൊക്കെ നോട്ട് എഴുതുന്നത്? ടീച്ചർ ഇങ്ങനെ ക്ലാസ് എടുക്കും, മനസ്സിലായില്ലേ എന്ന് പറഞ്ഞ് പോവല്ലോ. അവർ നോട്ട്സ് എഴുതിക്കും, ഈ പാരഗ്രാഫ് എഴുതി കൊണ്ടുവരണം, ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതി കൊണ്ടുവരണം. ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും, ഇതാണ് ആൻസർ.
മനസ്സിലായില്ലേ? ഭൂമിക്ക് എത്ര അറകളുണ്ട്? മനസ്സിലായോ? അന്തരീക്ഷത്തിൽ എത്ര% ഓക്സിജൻ ഉണ്ട്? ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ എന്നാലും ഇതൊക്കെ വീണ്ടും ചോദ്യരൂപേണ എഴുതുമ്പോഴാണ് മനസ്സിലാവുക. അപ്പം നിലവിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നതിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ബോധ്യമില്ലാതെ ഏതെങ്കിലും ഒരാൾ തന്നെ രക്ഷപ്പെടുത്തുമെന്ന് വെറുതെ വ്യാജേന ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് നടക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും റിച്ച് ആവുകയില്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചില ആൾക്കാരുടെ അതിലൂടെ വരാം. അപ്പൊ ഞാൻ പറയുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ എഴുതേണ്ടത്, നമ്മൾ ഇപ്പോൾ ഏതൊക്കെ രൂപത്തിലുള്ള ചിന്തകളാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഏതൊക്കെ വികാരങ്ങളാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, ഏതൊക്കെ ഈ വീഡിയോക്ക് വളരെ സ്വാധീനമുണ്ട്. 83% കാര്യങ്ങളും നമ്മുടെ കണ്ണുകളിലൂടെ പോകുന്നത് കാഴ്ചയിലൂടെയാണ്. മനസ്സിലായി? ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. ഞാൻ പണവുമായി ബന്ധപ്പെട്ട് എങ്ങനെ പണക്കാരനാവാം എന്നതുമായി ബന്ധപ്പെട്ട് ഒരു കൂട്ടം വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അത് കേൾക്കാത്ത ആളുകൾ ഒന്ന് ടൈപ്പ് ചെയ്തേ. കേൾക്കാത്ത ആളുകൾ മീ എന്ന് ടൈപ്പ് ചെയ്തേ. കേൾക്കാത്ത ആളുകൾ പ്ലീസ് ടൈപ്പ് മീ ഒന്ന് ടൈപ്പ് ചെയ്തേ. പണവുമായി ബന്ധപ്പെട്ട് ഞാൻ ഓക്കെ. ഒരുപാട് ആൾക്കാർ കേൾക്കാത്തവരാണ് കൂടുതൽ. ശരി, അങ്ങനെയാണെങ്കിൽ ആ 5 ക്ലാസ് നിങ്ങൾ കേൾക്കണം. അത് ആമുഖമായിട്ട് ഞാൻ പറയാം. വെരി ഗുഡ്. ശരി, സന്തോഷം. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് കുറെ കൂടി നിങ്ങളുടെ ഉപബോധ മനസ്സ് ഓപ്പൺ ആവും. മനസ്സിലായില്ലേ? അല്ലാണ്ട് നമ്മളിങ്ങനെ വെറുതെ വലിയ ആളായിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് പൊട്ടിയടക്കപ്പെടും. ഇയാളിങ്ങനെ വലിയ ആളായി നിൽക്കുന്നുണ്ട്, അതതിൻ്റെ അർത്ഥം ഇയാൾക്കൊന്നും ആവശ്യമില്ല, ഇയാള് പിന്നെ ഇതിനേക്കാളൊക്കെ വലിയ ആളാണ് എന്നുകൊണ്ട് ബ്രെയിൻ എന്ത് പറയണമൊക്കെ ഇങ്ങനെ പുച്ഛിച്ചുകൊണ്ട് പറയൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇങ്ങനെ വീഡിയോസ് വളരെ പ്രധാനമാണ്. കാരണം നമ്മൾ സാമ്പത്തികമായ ഒരു ഉന്നതി ലഭിക്കുന്ന സമയത്ത് മാത്രമേ അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഒക്കെ നമ്മുടെ കണ്ണിൽ പെടൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ 5 വീഡിയോ കാണണം, അതുപോലെ തന്നെ വേറെയും ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് കാണണം. അപ്പോൾ ഇത് നമ്മൾ നോട്ട് ചെയ്യുക എന്ന് ഏറ്റവും പ്രധാന ഒരു കാര്യം. അതേപോലെ ഡെയിലി റൊട്ടയിൽ ചില മാറ്റങ്ങൾ വരുത്തണം. നമ്മുടെ ജീവിതത്തിൽ ഡെയിലി റൊട്ടയിൽ നമ്മൾ മാറ്റം വരുത്തിയെങ്കിൽ മാത്രമേ ഇയാൾക്ക് എന്നും ഉള്ളതുപോലുള്ള ഒരു അവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത്. ഇയാൾക്ക് വേറെ എന്തോ ഒരു പ്രത്യേകമായ ഉദ്ദേശമുണ്ട്. അപ്പൊ എന്താണത്? ഇയാള് ഇന്നലെ എഴുന്നേറ്റപ്പോ ഇദ്ദേഹം ഉണ്ടായിരുന്ന അവസ്ഥയല്ല ഇപ്പോൾ. ഇന്ന് അദ്ദേഹം എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ ബ്രീത്തോട് ശ്രദ്ധിച്ച് കുറച്ച് അഫർമേഷൻസുകളൊക്കെ പറയുന്നു. അദ്ദേഹത്തിന്റെ നടത്തത്തിൽ ഒരു മാറ്റമുണ്ട്. മുമ്പ് അദ്ദേഹം എഴുന്നേറ്റ് നടന്നിട്ട് ഒരു പ്രതീക്ഷയും ഇല്ലാതെ സാമ്പത്തിക ബാധ്യത ആലോചിച്ച് പണ്ടത്തെ കാര്യം ആലോചിച്ച് നെടുവേർപ്പിടലായിരുന്നു. ഇപ്പൊ അതൊന്നും അല്ലേ, എന്തോ ഒരു മാറ്റം അങ്ങേർക്കുണ്ട്. മനസ്സിലായോ? അപ്പൊ ഏതൊക്കെ രൂപത്തിലുള്ള മാറ്റങ്ങളാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്? നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ഇപ്പോ ഹാപ്പി പാർക്കിന് ഒത്തിരി കോഴ്സുകൾ ചെയ്ത ആൾക്കാരുണ്ടാവും, EFT ഒക്കെ ചെയ്ത ആൾക്കാരുണ്ടാവും. അവരുടെയൊക്കെ ലൈഫിൽ വലിയ മാറ്റം ഉണ്ടായി കാണും. കാരണം അവർ എഴുന്നേറ്റ ഉടനെ തന്നെ രാവിലെ തന്നെ EFT ഒക്കെ ചെയ്തിട്ടാണ് എഴുന്നേൽക്കുക. അതല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ എഴുന്നേൽക്കുന്ന മൊമെന്റ് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ എഴുന്നേൽക്കുന്ന മൊമെന്റ് കഴിഞ്ഞ ദിവസത്തെ അതിന്റെ ആവർത്തനമായിട്ട് ഒരു പ്രതീക്ഷയുമില്ലാതെ, എന്റെ ദൈവമേ ഇന്ന് വൈകുന്നേരം ആക്കണല്ലോ, അവന് പൈസ കൊടുക്കാൻ, അപ്പോഴേക്കും തുടങ്ങി നെഞ്ചിന്റെ ഉള്ളിൽ കനൽ കട്ട. ഇതാകുമ്പോൾ നമുക്ക് വ്യത്യസ്തമായ ഒരു ലൈഫ് കിട്ടില്ല. അപ്പൊ എഴുന്നേൽക്കുന്ന സമയത്ത് ഞാൻ അവസാനം പറയും, കുറച്ച് അഫർമേഷൻസുകളൊക്കെ പറയണം. നമ്മൾ ശക്തമായ ചില അഫർമേഷൻസുകൾ നമ്മളോട് തന്നെ പറയാം. അതൊക്കെ ഞാൻ അവസാനം പറഞ്ഞു തരും. അപ്പോ ഇയാളുടെ ബ്രെയിൻ മനസ്സിലാക്കുന്നു, ഇയാൾക്ക് എന്തോ കാര്യമായിട്ട് വേണ്ട കാര്യമുണ്ട്. ഇതൊന്നുമല്ല ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളോ ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളോ ഒന്നുമല്ല ഇയാൾക്ക് കാണേണ്ടത്. ഇയാൾക്ക് കാര്യമായിട്ട് വേറെ എന്തോ കാണേണ്ടതുണ്ട് എന്ന രൂപത്തിലോട്ട് ഇയാളുടെ ബ്രെയിൻ മാറും. മനസ്സിലായില്ലേ? അപ്പം എഴുന്നേറ്റ ഉടനെ നമ്മൾ അഫർമേഷൻ പറയുന്നത്, നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ആ വെള്ളത്തിന് മുമ്പിൽ നിന്ന് അഫർമേഷൻ പറയുന്നത്, അതുപോലെ തന്നെ നമ്മൾ രാവിലെ ഏതെങ്കിലും രൂപത്തിലുള്ള നല്ല വീഡിയോസ് കാണുന്നത് നിർബന്ധമാണ്. നല്ല പോസിറ്റീവായ വീഡിയോസ് കാണുന്നത്. അതേപോലെ തന്നെ ഞാൻ വെറുതെ പറയുന്നത്, ഇതൊക്കെ എൻ്റെ അനുഭവമാണ്.
അതുപോലെ തന്നെ വ്യായാമം ചെയ്യുന്നത്, ഇതുവരെ വ്യായാമം ചെയ്യാത്ത ആളാണെങ്കിൽ അയാൾ എക്സസൈസ് തുടങ്ങുന്നു. അയാൾക്ക് നടത്തത്തിന്റെ സ്റ്റൈലൊക്കെ മാറ്റണം. പാവപ്പെട്ടവൻ നടക്കുന്ന അതേ സ്റ്റൈലിൽ തന്നെ നടക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും റിച്ച് ആകുവാൻ സാധ്യമല്ല. മനസ്സിലായോ? ഉദാഹരണമായിട്ട് നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു വ്യക്തി താടിക്ക് ഇങ്ങനെ കൈ കൊടുത്തിരിക്കുകയാണ്. ഈ താടിക്ക് ഇങ്ങനെ കൈ കൊടുത്തിരിക്കുന്ന ഒരു രംഗം ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം അതൊരു സങ്കടകരമായ അവസ്ഥക്ക് വരുന്നതാണ്. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു സങ്കടമില്ല. അയാൾ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് താടിക്ക് ഇങ്ങനെ കൈ കൊടുത്താണ്. ഈ താടിക്ക് ഇങ്ങനെ കൈ കൊടുക്കുമ്പോഴേക്കും ബ്രെയിനിൽ ഉള്ള ഒരു പ്രോഗ്രാമിംഗ് എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ ഇയാൾക്ക് എന്തോ പ്രശ്നമുണ്ട്. അപ്പോഴേക്കും എന്താ പറയാ, അതുവരെ ഇല്ലാത്ത ഏതോ ഒരു പ്രശ്നം തലയിൽ കയറി വരും. പിന്നെ നേരെ നിൽക്കുന്ന സമയത്തായിരിക്കും ഒരു ടെൻഷൻ, ഒരു ഗ്ലൂമി. അവൻ ചോദിക്കുന്നത് അല്ല ഒന്നുമില്ല, ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ ആലോചന എന്തുകൊണ്ട് വന്നു? ഈ പോർഷനിൽ വന്നു. മനസ്സിലായോ? നമ്മളിങ്ങനെ ആടിക്കൊയഞ്ഞ് വാടിക്കൊയഞ്ഞ് ഈ ശവത്തിന് കാറ്റടിച്ച പോലെയൊക്കെ നടക്കുകയാണെങ്കിൽ, ഒരു ചത്തതിനൊക്കുമേ ജീവിതം എന്ന രൂപത്തിലാണെങ്കിൽ ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നിങ്ങൾ അകത്തുനിന്ന് വരണം. ഇതൊക്കെ നിങ്ങളെ വളർത്തിയത് പുറത്തുനിന്നല്ലല്ലോ. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, നമ്മളൊക്കെ ചെറിയ കുഞ്ഞായതിനു ശേഷം ഓരോ വർഷം വളർന്ന് 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 താടിയും മീശയും, ലേഡീസ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടതും ഒക്കെ ഉണ്ടായി ഈ രൂപത്തിലോട്ട് വന്നത് പുറത്തുനിന്ന് ആരെങ്കിലും വലിച്ചു നീട്ടിയതാണോ? അല്ല, അകത്തുനിന്നാണെല്ലാം സംഭവിച്ചത്. വളർച്ച സംഭവിച്ച അകത്തുനിന്നാണ്. നമുക്ക് ചുറ്റുമുള്ള എല്ലാ സർക്കംസ്റ്റാൻസും വന്നതും അകത്തുള്ള നമ്മുടെ ചിന്തയും ഫീലിങ്ങും അകത്തുള്ള പ്രശ്നങ്ങളാണ് പുറത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സംശയമില്ല. ഏതുപോലെ അകത്ത് വന്ന മാറ്റങ്ങളാണ് നിങ്ങളുടെ ശരീരത്തിൽ വളർച്ച കൊണ്ടുവന്നത്. അകത്ത് വന്ന മാറ്റങ്ങളാണ് നിങ്ങൾക്ക് രോഗങ്ങൾ കൊണ്ടുവന്നത്. അകത്ത് വന്ന മാറ്റങ്ങളാണ് രോഗത്തെ സുഖപ്പെടുത്തിയത്. അകത്ത് വന്ന മാറ്റങ്ങളാണ് നിങ്ങളുടെ ഉള്ളിൽ വേദന ഉണ്ടാക്കിയത്. നിങ്ങളുടെ കൈക്ക് വേദന ഉണ്ടായത് പുറത്തുനിന്നല്ല, അകത്തുള്ള കാരണം കൊണ്ടാണ്. അപ്പൊ പിന്നെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ കാണുന്ന സർക്കംസ്റ്റാൻസസ് മുഴുവനും അകത്ത് നിന്നുള്ള നിങ്ങളുടെ പ്രോഗ്രാമിങ്ങിന്റെയും ചിന്തയുടെയും കാഴ്ചപ്പാടിന്റെയും വികാരങ്ങളുടെയും ഒരു ബൈ പ്രൊഡക്റ്റ് അല്ലാണ്ട് മറ്റൊന്നുമല്ല. ഞാൻ അങ്ങോട്ട് വരാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ ആദ്യം പറഞ്ഞു രാവിലെ എന്താ പറയാ, നമ്മുടെ കറന്റ്ലി നമ്മൾ കാണുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. അതിന് മാറ്റി പകരമായിട്ട് പുതിയൊരു ലൈഫ് റൊട്ടൈൻ നമ്മൾ സെറ്റ് ചെയ്തേ പറ്റൂ. സാറേ, എൻ്റെ എന്താ പറയാ, ഒരു സുഹൃത്തുണ്ട്, അയാൾക്ക് വലിയ തടിയാണ്. അപ്പൊ അദ്ദേഹം തടി കുറക്കണം. പുള്ളിക്കാരൻ വിചാരിച്ച് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ തടിയും കുറയുന്ന. ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യണം. ഞാൻ പൈസ ഒക്കെ തരാം, പിന്നെ തടിയും കുറച്ച് തരണം. ഇയാൾക്ക് വർക്കൊന്നും ചെയ്യാനാവില്ല. മനസ്സിലായില്ലേ? ജിമ്മിൽ പോയാൽ അവിടെയുള്ള ഫെസിലിറ്റേറ്ററിന് നിങ്ങളെ സഹായിക്കാൻ കഴിയണമെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും ജിമ്മിൽ വരണം, വർക്കൗട്ട് ചെയ്യണം, വെയിറ്റ് എടുക്കണം, ബോഡി ഫ്ലെക്സിബിലേഷൻ ഉള്ള എക്സസൈസ് ചെയ്യണം. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് അയാൾ പറയുന്ന രൂപത്തിലോട്ട് ഉള്ള ഒരു ബോഡി നിങ്ങൾക്ക് ആ ജിമ്മിലെ സാറിന് നിങ്ങൾക്ക് തരാൻ പറ്റൂ. എന്നതുപോലെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ പുതിയ ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് മാറണമെങ്കിൽ നമ്മൾ തന്നെ തീരുമാനിച്ച് പുതിയ ഒരു ലൈഫ് റൊട്ടൈൻ നമ്മൾ ഉണ്ടാക്കി നമ്മൾ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രൂപത്തിൽ വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ശരീരഭാഷ മാറുന്നു. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. പാവപ്പെട്ടവൻ പണക്കാരനായി മാറുന്ന സമയത്ത് അയാളുടെ ശരീരഭാഷയിൽ വല്ല മാറ്റവും ഉണ്ടാവാറുണ്ടോ? പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. ഒന്ന് ടൈപ്പ് ചെയ്തേ. പാവപ്പെട്ട ഒരാളായിരുന്നു, അയാൾ ഇപ്പൊ കുറച്ച് പണക്കാരനായി. അപ്പൊ അതിനുശേഷം അയാളുടെ നടത്തത്തിലും അയാളുടെ നോട്ടത്തിലും അയാളുടെ പെരുമാറ്റത്തിലും അയാളുടെ കാഴ്ചപ്പാടിലും മാറ്റം ഉണ്ടാവും. അപ്പൊ നാട്ടുകാരെന്ത് പറയും? നാട്ടുകാർ പറയാൻ തുടങ്ങും, ഓ അവനൊക്കെ എങ്ങനെ നടന്നതാ, ഒരു ലഗാനും ഇല്ലാണ്ട് ഇങ്ങനെ നടന്ന ഒരുത്തനാ. 10 ക്യാഷ് കയ്യിൽ വന്നപ്പോഴേക്കും അവൻ്റെ ഒരു നടത്തം കണ്ടില്ലേ. അവൻ അങ്ങനെ നടക്കുന്നത് കൊണ്ടാണ് ആ പണം അവരിലോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നത്. അവൻ നിങ്ങൾ പറഞ്ഞ പോലെ പഴയ രൂപത്തിൽ തന്നെ ഇങ്ങനെ ക്വാളിറ്റി ഇല്ലാത്ത ഡ്രസ്സും ക്വാളിറ്റി ഇല്ലാത്ത വീഡിയോസും ക്വാളിറ്റി ഇല്ലാത്ത തമാശകളും ക്വാളിറ്റി ഇല്ലാത്ത സംസാരങ്ങളും ക്വാളിറ്റി ഇല്ലാത്ത വ്യക്തികളുമായിട്ടൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് നടക്കുകയാണെങ്കിൽ അവൻ ഈ പണം വരൂല.
അവന്റെ ലൈഫിൽ മാറ്റം അയാൾ തന്നെ അറിയാതെ വരികയാണ്. ഈ അറിയാതെ വരുന്നത് അറിഞ്ഞുകൊണ്ട് വരുത്തിയാൽ മതി നമ്മൾ. മനസ്സിലായില്ലേ? അപ്പോ അത് നമ്മൾ നോട്ട് ചെയ്തു വെക്കണം. പണക്കാരെ ശ്രദ്ധിച്ച് അവർ ഏതൊക്കെ രൂപത്തിൽ ഡ്രസ്സാണ് ധരിക്കുന്നത്, ഏത് രൂപത്തിലൊക്കെയാണ് അവരുടെ നടത്തം, അതൊക്കെ നമുക്ക് കോപ്പി അടിക്കാം. അതല്ല എങ്കിൽ നമുക്ക് തന്നെ ഇന്നലെ ഉള്ള വ്യത്യസ്തമായ ഒരു ബോഡി ലാംഗ്വേജ്, അതുപോലെ തന്നെ ലൈഫിലെ റൊട്ടൈന്, ആക്ടിവിറ്റീസ്, ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ പ്രധാനമായിട്ടും നമ്മൾ നേരത്തെ എഴുന്നേൽക്കുന്ന സമയത്ത് ചില അഫർമേഷൻസുകൾ പറയണം. അത് ഞാൻ അവസാനം പറഞ്ഞുതരും. അതേപോലെ തന്നെ എഴുന്നേൽക്കുന്ന ആ ഒരു രൂപം മാറണം. എഴുന്നേൽക്കുമ്പോഴാണ് തീരുമാനിക്കപ്പെടുന്ന ബ്രെയിൻ ഇന്ന് ഈ മനുഷ്യന് എന്ത് കൊടുക്കണം. ഇപ്പൊ എഴുന്നേൽക്കുന്ന സമയത്ത് ഇവന് കൊടുക്കേണ്ടത് കഴിഞ്ഞ തലേ രാത്രിയത്തിൽ തന്നെ ഇങ്ങോട്ട് മുഴങ്ങി വരികയാണെങ്കിൽ അതല്ലാതെ മറ്റൊന്നും കാണിച്ചു തരില്ല. ഞാനിത് പറയുന്നത് എന്റെ ചങ്കിൽ തട്ടിയാ പറയുന്നത്. നിങ്ങളിത് കേൾക്കണം. എഴുന്നേൽക്കുന്ന രൂപം മാറണം. വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കുമ്പോൾ അഫർമേഷൻ പറയണം. വ്യായാമം ചെയ്യണം. മെഡിറ്റേഷൻ ചെയ്യണം. പുതിയ ഏതെങ്കിലും വീഡിയോസ് കാണുകയോ കേൾക്കുകയോ ചെയ്യണം. നമ്മൾ ഓഫീസിലോട്ടോ മറ്റോ പോകുന്ന സമയത്ത് ഉള്ള വഴി മാറ്റാൻ പറ്റെങ്കിൽ വേറെ വഴിയിലൂടെ പൊക്കോളൂ. ആ വഴിയിലൂടെ പോകണമെന്നില്ല. മനസ്സിലായോ? എല്ലാം ഒരു സെറ്റിങ്സ് ആണ്. നമ്മുടെ ദാരിദ്ര്യത്തെ, അതായത് ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ബാധ്യത നിലനിർത്തുവാനുള്ള എല്ലാ സാഹചര്യവും അതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരിക എന്നുള്ള പണിയാണ് ഇപ്പം നിങ്ങളെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങളെ ബ്രെയിൻ നിങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് നിങ്ങൾക്ക് വേണ്ടത് അതാണ് എന്നാണ് അത് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ഒരു പേപ്പറിൽ എഴുതുക. അപ്പൊ 2 ആക്ടിവിറ്റി. ഒന്ന്, നമ്മൾ നിലവിൽ ഇപ്പോൾ നമ്മുടെ ചിന്താഗതി, നമ്മുടെ കാഴ്ചപ്പാട്, നമ്മൾ കാണുന്ന വീഡിയോ, നിങ്ങളുടെ മൊബൈൽ ഒന്ന് പരിശോധിച്ചാൽ മതി. മൊബൈലിന്റെ വീഡിയോ ഹിസ്റ്ററി, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഒന്ന് തുറന്ന് കുറച്ച് നമ്മൾ കാണുമ്പോഴേക്കും, യൂട്യൂബ് തുറക്കുമ്പോഴേക്കും മുമ്പിലോട്ട് കയറി വരും നിങ്ങൾ സ്ഥിരമായി കാണുന്ന വീഡിയോസ്. നിങ്ങൾ വെബ്സൈറ്റ് തുറന്നു നോക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ FB തുറന്നു നോക്കുമ്പോൾ കൃത്യമായി കാണാം. ആദ്യം തന്നെ കയറി വരുന്നത് രാഷ്ട്രീയമായ ബഹളങ്ങളാണോ, യുദ്ധക്കെടുതികളാണോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും റേപ്പ് നടന്നതാണോ, കൊലപാതകം നടന്നതാണോ, ഇതൊക്കെയാണ് മുമ്പിലോട്ട് കയറി വരുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾ ആ ടൈപ്പ് ആളാണ് എന്നാണ്. നിങ്ങളെക്കാളും ഗൂഗിളിനറിയാം. നിങ്ങളുടെ ഭാര്യയെക്കാളും, നിങ്ങളുടെ മക്കളെക്കാളും, നിങ്ങളുടെ പങ്കാളികളെക്കാളും ഗൂഗിളിനറിയാം. അതുകൊണ്ട് നമ്മൾ കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. അതിന് പകരം എന്താ പറയുക, റിച്ചായ ആൾക്കാരുടെ വീഡിയോ, റിച്ച്നെസ്സിലോട് പോകാൻ സഹായിക്കുന്ന ഇൻഫർമേഷൻസ് അടങ്ങിയ വീഡിയോസ്, ഇതൊക്കെ ഞാൻ പറഞ്ഞു. ആദ്യം തന്നെ പറഞ്ഞു, എന്റെ തന്നെ വീഡിയോ ഞാൻ കോട്ട് ചെയ്ത് പറഞ്ഞു. അതുപോലെ നല്ല പുസ്തകങ്ങൾ, ഇതൊക്കെ നമ്മൾ വേറെ രൂപത്തിലോട്ട് നമ്മുടെ ലൈഫ് റൊട്ടൈൻ തിരിച്ചു കൊണ്ടുപോകും. അതിൽ ഉറങ്ങുന്ന സമയം ഒരു 12 മണി 1 മണിയൊന്നും ആവരുത്. ഒരു 10 മണി 11 മണിക്ക് ഉള്ളിൽ നമ്മൾ ഉറങ്ങണം. ഉറങ്ങുമ്പോഴും നമ്മൾ അവസാനമായിട്ട് എന്ത് ചെയ്യുന്നു എന്നത് നമ്മുടെ ജീവിതത്തിന്റെ വിഗതികളെ നിയന്ത്രിക്കുന്നു എന്നത് ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല. അപ്പോഴും ഒരു ബോധവും ഇല്ലാതെ നിലവിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും കെട്ടിപ്പിടിച്ച്, പ്രശ്നമേ ഒന്നും പോവല്ലേ, എന്റെ കൂടെ തന്നെ നിൽക്കണേ, ഈ കടബാധ്യതയൊക്കെ ഇപ്പോഴും എന്റെ കൂടെ തന്നെ നിൽക്കണേ എന്നാണ് നിങ്ങൾ പറയുന്നത്. അത് നിങ്ങൾക്കറിയില്ല എന്നത് വേറൊരു കാര്യം. സത്യത്തിൽ ചെയ്യുന്നത് അതാകുന്നു. അപ്പോ ഉറങ്ങുന്ന ആ ഒരു സ്റ്റൈല് മാറ്റണം. പറ്റുമെങ്കിൽ റൂം മാറ്റാൻ പറ്റുമെങ്കിൽ റൂം മാറ്റിക്കോളൂ. മിനിമം നല്ല വൃത്തിയുള്ള റൂമിലായിരിക്കണം. ഞാൻ ഒരു യാത്ര പോകുന്ന സമയത്ത് എൻ്റെ ഒരു റിലേഷൻഷിപ്പിലെ ഒരു വീട് കാണാനിടയായി. പുറത്തുനിന്നാണ് കണ്ടത്. ഇയാൾക്ക് നല്ല പണമുണ്ട്, പക്ഷെ പൈസ ചെലവാക്കാൻ ഭയങ്കര മടിയാ. ഞാൻ ആ വീട് നോക്കിയിട്ട് അത് ഉണ്ടാക്കിയതിന് ശേഷം പെയിന്റ് ചെയ്തോന്നറിയില്ല. ഞാൻ എൻ്റെ കൂടെയുള്ള ആളോട് പറഞ്ഞു, ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് വലിയ സുഖം ഉണ്ടാകാൻ സാധ്യതയില്ല, നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ. ഞാനൊരു ജ്യോതിഷനായതുകൊണ്ടോ ഒരു മിറാക്കിളായ ആളായതുകൊണ്ടോ ഒന്നും പറയുന്നതല്ല. അത് കാണുമ്പോൾ തന്നെ നമ്മളെ മനസ്സിലോട്ട് പോയത് സാധനം. അതിന് അന്വേഷിച്ചതിന് ശേഷം ഇയാൾ പറഞ്ഞു, ശരിയാണ്, അവിടുത്തെ ലേഡിക്ക് എന്നും അസുഖമാണ്, പ്രശ്നമാണ്, എന്നും ഇഷ്യൂ ആണ്. നമ്മളുടെ വീട് വൃത്തിയല്ലെങ്കിൽ, നമ്മുടെ വീട് കയറി വന്ന സ്ഥലം അറ്റ്മോസ്ഫിയർ വൃത്തിയല്ലെങ്കിൽ, ഈ വൃത്തിയല്ലാത്ത അനുഭവങ്ങൾ നൽകാൻ വേണ്ടി നമ്മുടെ ബ്രെയിൻ നമുക്ക് പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വീട് വൃത്തിയായി വെക്കണം, റൂം വൃത്തികളായി വെക്കണം, ചുമരുകളൊക്കെ എന്താ പറയുക അലങ്കോലമാക്കി വെക്കരുത്. ഇനി അതല്ല, നമുക്ക് അങ്ങനെ വലിയ ഫെസിലിറ്റി ഒന്നും ഇല്ലെങ്കിലും ഇടക്കിടക്ക് നല്ല എന്താ പറയാ റിച്ച് ആയിട്ടുള്ള മാളുകളിലോട്ടൊക്കെ പോയിട്ട് നമ്മൾ അതിൽ പോയി ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ബോധപൂർവ്വം ശ്രമിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞത്, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഇതേപോലെ ബോധപൂർവ്വം നമ്മൾ മാറ്റണം. ഇതൊക്കെ നമ്മൾ എഴുതി വെക്കുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊക്കെ എഴുതി വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യണം. എഴുതി വെച്ച് വർക്കൗട്ട് ചെയ്യണം. എന്നിട്ട് രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഏതൊക്കെ ഞാൻ വർക്കൗട്ട് ചെയ്തു, ഇന്ന് രാവിലെ എഴുന്നേറ്റ സമയത്ത് ഞാൻ ഇത് ചെയ്തു, ഓക്കെ,
ഞാൻ പുസ്തകം വായിച്ചു, ഓക്കെ, ടിക്കിടുക. ഞാൻ എക്സസൈസ് ചെയ്തു, ഓക്കെ. ഞാൻ പോസിറ്റീവായ വീഡിയോ കണ്ടു, ഓക്കെ. ഞാൻ മെഡിറ്റേഷൻ കഴിച്ചു, ഓക്കെ. ഞാൻ ഭക്ഷണം എന്താ പറയാ ഭക്ഷണം സമയത്ത് കഴിച്ചു, ഓക്കെ. എന്നെ നടത്തത്തിന്റെ ഒരു സ്റ്റൈല് മാറ്റി, ഓക്കെ, ഡബിൾ ഓക്കെ. ഇനി അവൻ കടക്കാൻ വേണ്ടി പോവാ. ആൾക്കാരോട് ഇടപെട്ട രീതിയൊക്കെ മാറി, എന്നെ നടത്തത്തിന്റെ ശൈലിയൊക്കെ മാറി, ഒക്കെ ഓക്കെ ഓക്കെ, എല്ലാം ടിക്കിട്ടു, കടന്നുറങ്ങി. പോസിറ്റീവ് അഫർമേഷൻ ഞാൻ അവസാനം പറയാൻ പോവാണ്. ഉറങ്ങി. വീണ്ടും അത് ഇങ്ങനെ ഒരു 3 മാസം നിങ്ങൾ ചെക്കൗട്ട് ചെയ്യാൻ റെഡിയാണോ? പ്ലീസ് ടാപ്പ് യെസ് ഓർ നോ. പ്ലീസ് ടാപ്പ് യെസ് ഓർ നോ. പ്ലീസ് ടാപ്പ് യെസ് ഓർ നോ. വളരെ സന്തോഷം, വളരെ സന്തോഷം. അത് ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം. അതല്ല മറ്റേ എൻ്റെ സുഹൃത്ത് ജിമ്മിൽ പോയ പോലെ, സാറേ എന്നെ തടിയൊന്ന് കുറച്ചു തരണം. ഒരു വയറൊക്കെ വലിയ വയറ് ചാടിയിട്ട് പുള്ളിക്കാരനൊരു കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ ഒരു അസ്വസ്ഥതയുണ്ട്. അപ്പോൾ കൊണ്ട് തടിയൊന്ന് കുറച്ചു ഒന്ന് ഗ്ലാമർ ആവാൻ താല്പര്യമുണ്ട്, പക്ഷെ വർക്ക് എടുക്കാൻ റെഡിയല്ല. ജിമ്മിൽ പോയാൽ അവിടുത്തെ സാറ് വർക്ക് കുറച്ചു കൊടുക്കണം, തടി കുറച്ചു കൊടുക്കണം, നടക്കുന്ന കാര്യമില്ല. അപ്പോൾ ഒരിക്കൽ കൂടി ചിന്തിക്കുക. എപ്പോഴും ചിന്തിക്കേണ്ടത്, ഒരാള് ഞാനിങ്ങനെ ആലോചിക്കുന്നത്, നമ്മളെ FB-യിൽ ഒരു കമാൻഡ് ഇട്ടു, ഒരുപക്ഷെ അദ്ദേഹത്തിനുണ്ടോന്ന് അറിയില്ല. സാറേ എനിക്ക് പണം ഉണ്ടാക്കാൻ ആഗ്രഹമൊന്നുമില്ല, എന്റെ കടങ്ങളൊക്കെ തീർന്നു കിട്ടിയാൽ മതി. പണക്കാരനാവാൻ ആഗ്രഹമല്ല, പണക്കാരനാവാൻ ആഗ്രഹമില്ല. അപ്പൊ 2-3 കാര്യങ്ങൾ അതിലുള്ളത് പ്രിയപ്പെട്ടവര്. 1-2-3 കാര്യങ്ങളാവുള്ളൂ. ഇന്നെന്താ ചോദിക്കുകയാണെങ്കിൽ, പണക്കാരനാവാൻ ആഗ്രഹമില്ല. എന്തുകൊണ്ട് ആഗ്രഹമില്ല? നിങ്ങൾക്ക് അതിന് ഇഷ്ടമല്ല. നിങ്ങൾക്ക് പണത്തെ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പറയോ എന്റെ വീട്ടിലേക്ക് മമ്മൂട്ടി വരുന്നത് എനിക്ക് ആഗ്രഹമില്ല? അതിന്റെ അർത്ഥം എന്താ? മമ്മൂട്ടിയെ നിങ്ങൾക്ക് ഇഷ്ടമല്ല. അപ്പൊ നിങ്ങൾ പണത്തെ വെറുക്കുന്നു. 2, കടബാധ്യത ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് കടബാധ്യത തീരണമെങ്കിൽ പണം വരണ്ടേ? എന്തുവാണ് ഇവരുടെ കാഴ്ചപ്പാടിന്റെ ഒരു കോൺട്രഡിക്ഷൻ? ഇവരുടെ ഉപബോധ മനസ്സ് എങ്ങനെ ഇവർക്ക് പണം കൊടുക്കുക? പണം വരാതെ കടം തീരും. ഒരു 10 ലക്ഷം ഒരാൾക്കുണ്ട്, അയാൾക്ക് കടം തീരണമെങ്കിൽ അയാൾക്ക് 11 ലക്ഷം, 10,10,000 രൂപയെങ്കിലും വരണ്ടേ? അങ്ങനെ പണക്കാരനാവാൻ ആഗ്രഹമില്ല, സമ്പത്തിനോട് താല്പര്യമില്ല, സമ്പത്ത് നരകത്തിലോട്ട് നയിക്കും, സമ്പത്ത് സ്പിരിച്വാലിറ്റി കളയും. ഈ രൂപത്തിലൊക്കെ ഉള്ള ചിന്തയും കാഴ്ചപ്പാടും വെച്ച് നടക്കുന്ന ആൾക്കാരൊക്കെ മനസ്സിലാക്കുക, നിങ്ങൾ സാമ്പത്തികമായി അതിശക്തമായ പ്രശ്നത്തിലായിരിക്കും. ഒരു സംശയമില്ല. എന്തുകൊണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ പണം നിങ്ങളടുത്ത് വരില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എല്ലാത്തിനും ഒരു മനസ്സുണ്ട്, പണത്തിനും ഒരു മനസ്സുണ്ട്. നിങ്ങളൊന്നും വേണ്ട, നിങ്ങളുടെ നിങ്ങളൊരു കാറ് വാങ്ങി, ആ കാറിന് നിങ്ങൾ ഇങ്ങനെ കുറ്റം പറഞ്ഞു നോക്കൂ. ഞാൻ അന്ന് തന്നെ ക്രിറ്റ വാങ്ങാൻ വിചാരിച്ചതാ, അല്ലെങ്കിൽ അന്ന് തന്നെ ഞാൻ ടയോട്ടയുടെ ഹൈബ്രിഡ് വാങ്ങാൻ വിചാരിച്ചതാ, ഞാൻ പോയി പെട്ടതായി ക്രിറ്റ. അല്ലെങ്കിൽ ഞാൻ അന്ന് തന്നെ ഐക്രോസ് വാങ്ങാൻ വിചാരിച്ചതാണ്, ഞാൻ പോയി പെട്ടതാ ഇത്, എന്നൊക്കെ പറഞ്ഞിട്ട് എന്നും നിങ്ങൾ കയ്യിലുള്ള വാഹനം ഏതാണോ ആ വാഹനത്തെ നിങ്ങൾ ഇങ്ങനെ കുറ്റം പറഞ്ഞു നോക്കൂ. ഏത് പുതിയ വാഹനമാണെങ്കിലും ശരി, ഒതുങ്ങി സ്റ്റാർട്ടാവില്ല കുറച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് എവിടെ കുണ്ടിൽ ചാടി ഒരു വർഷമാകുമ്പോഴേക്കും അത് പണിയായി കിട്ടും. നിങ്ങൾ വിചാരിക്കും പോലെയല്ല കാര്യം. എപ്പോഴും എൻ്റെ ഒരു സാറ് പറയാറുണ്ടായിരുന്നു, ഈ പള്ളിയുടെയോ അമ്പലത്തിന്റെയോ വീടിന്റെയോ മുമ്പിലൊക്കെ ഉള്ള ഇത്തിരി തെങ്ങുണ്ട്, ഈ തെങ്ങിന് നമ്മൾ വളമൊന്നും ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും ആ തെങ്ങ് വളരും. എന്താ കാരണം? അതിന് എല്ലാ ദിവസവും തലോടൽ കൊടുക്കുന്നുണ്ട്. ആൾക്കാർ ചെരുപ്പ് അയക്കുമ്പോ അതിലൊന്ന് തൊടും, ചെരുപ്പ് ഇടുമ്പോ അതിലൊന്ന് തൊടും. മനസ്സിലായില്ലേ? അതിന് വെള്ളവും ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും അതിന്റെ മുരട്ട് ഒരു വളമോ അത് തടം പോലും നന്നാക്കുന്നുണ്ടാവില്ല. പക്ഷെ ഈ മനുഷ്യന്മാര് തൊട്ട് തൊട്ട് തൊട്ട്, മനസ്സിലായോ? നല്ല തെങ്ങ് ഇത് ഇവിടെ ഉള്ളത് കൊണ്ട് വലിയ ഗുണം, ഈ ഒരൊറ്റ വാക്കുകൊണ്ട് തന്നെ ആ തെങ്ങ് തഴച്ചു വളരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ എനിക്ക് പണക്കാരനാവാൻ ആഗ്രഹമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങളെ കടം ഒരു കാലത്തും തീരൂല എന്ന് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പണക്കാർ തന്നെയാണ് ഏറ്റവും വലിയ സ്പിരിച്വൽ ഗുരുസ് എന്ന് തിരിച്ചറിയണം. കാരണം ഒരാള് പണക്കാരനാവണമെങ്കിൽ അയാൾ ഒരുപാട്, കാരണം നിങ്ങൾക്ക് പണം കിട്ടണമെങ്കിൽ നിങ്ങൾ സേവനം ചെയ്യണം.
നിങ്ങൾ ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് പണം നിങ്ങളിലേക്ക് വരുന്നത്. അപ്പൊ ഒരു പണക്കാരൻ, ഒരു കോടീശ്വരൻ, ഒരുപാട് ആളുകൾ മനുഷ്യന്റെ അടുത്ത് പണം കൊണ്ടുപോയി കൊടുക്കുന്നത് കൊണ്ടാണ് പണക്കാരനാവുന്നത്. അയാളുടെ അടുത്ത് ആൾക്കാർ പണം കൊണ്ട് കൊടുക്കുവാനുള്ള കാരണം അയാൾ വിശ്വസ്തനും നല്ലവനുമായത് കൊണ്ടാകുന്നു. നിങ്ങൾ വീടിന് ഓർഡർ കൊടുക്കുക. എന്താ ഓർഡർ കൊടുക്കുന്നത്? നിങ്ങൾ കൊടുക്കുന്ന ഓർഡർ എന്താണ്? നിങ്ങൾ കൊടുക്കുന്ന ഓർഡർ നിങ്ങളുടെ വീടിന്റെ ഇന്റീരിയർ വർക്ക് ഓർഡർ കൊടുക്കുക. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വീടിന്റെ ഇന്റീരിയർ വർക്ക് ഓർഡർ കൊടുക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്ത ഒരുത്തന് കൊടുക്കൂല. അപ്പൊ ആദ്യം തന്നെ നമ്മൾ വിശ്വസിക്കേണ്ടത് പണം ഉണ്ടാക്കണം, പണക്കാരനാവണം. അതാണ് ലോകത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്പിരിച്വൽ റിച്വൽസ്, ഏറ്റവും വലിയ ആത്മീയത, ഏറ്റവും വലിയ മഹത്തരം അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. രാത്രിയും രാവിലെയും ഒക്കെ പണക്കാരനാവണം എനിക്ക്. ഈ കുട്ടികളൊക്കെ പണക്കാരാവുന്നത് അങ്ങനെയാണ്. മനസ്സിലായില്ലേ? പിന്നെ അവരുടെ ഉള്ളിലുള്ള ആ പ്രോഗ്രാമിംഗ് മാറ്റാനുള്ള വഴികളൊക്കെ ഞാൻ പറഞ്ഞുതരാം. പണക്കാരനായാലും ഈ പറയാറുണ്ടല്ലോ, ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞ പോലെ ചില ആളുകൾ ഒക്കെ ഉണ്ടായാലും പിന്നീട് പഴയയിലോട്ട് പോകും. അതിന് കാരണമുണ്ട്. അതിന് ഉള്ളിലെ പ്രോഗ്രാമിംഗ് ആണ്. അത് മാറ്റാൻ നമുക്ക് സാധിക്കണം. അപ്പൊ ഞാൻ പറയുന്നത്, ബോധപൂർവം നമ്മൾ ചെയ്യേണ്ടത് പണക്കാരനാവാൻ ആഗ്രഹിക്കുക എന്ന കാര്യമാണ്. കാരണം എല്ലാ സാമ്പത്തിക ബാധ്യതക്കും കാരണം നമ്മൾ പണത്തെ വെറുക്കുന്നു. പണം നമ്മിലോട്ട് വരുന്നില്ല. പണവുമായി നമുക്ക് വലിയ സ്വരച്ചേർച്ചയില്ല. നമ്മളും പണവുമായി എന്തോ ഒരു പിണക്കമുണ്ട്. ഒന്നുകിൽ വാക്കുകൊണ്ട് നമ്മൾ പറയും, പണത്തിന് വലിയ കാര്യമൊന്നുമില്ല. പണം ഉണ്ടായിട്ട് മുമ്പുള്ള ആൾക്കാരൊക്കെ ജീവിച്ചത് പണത്തെ ചീത്ത പറയാ. മനസ്സിലായി? നിങ്ങളെ ഭാര്യയെ ചീത്ത പറഞ്ഞു നോക്കി. ഭാര്യ അവളുണ്ടായിട്ടാ ഞാൻ ഇത്രയും കാലം 10-25 വർഷം ഞാൻ ജീവിച്ചത്. ഭാര്യ ഇത് വലിയ കാര്യമൊന്നുമില്ല. ഇത് ഭാര്യ കേട്ടു നോക്കട്ടെ, എങ്ങനെ ഉണ്ടാവും? നിങ്ങളോട് സ്നേഹം ഉണ്ടാവോ? ഇടക്കിടക്ക് നിങ്ങൾ ഇങ്ങനെ പറയാണ് നിങ്ങളെ ഭാര്യയോട്. ആ ഭാര്യ എങ്ങനെ ആയിരിക്കും ഉണ്ടാവുക? നിങ്ങളെ ഭാര്യ വേണം, നിങ്ങളെ സുഹൃത്ത് ആരാവട്ടെ, നിങ്ങള് എന്താ പറയാ, മനസ്സിലായോ? അപ്പൊ അതാണ് ഏറ്റവും വലിയ സാമ്പത്തികമായിട്ട് നമ്മൾ ഉണ്ടാവാൻ വേണ്ടി ആഗ്രഹിക്കുക. ഈ റോളിങ്ങും കാര്യങ്ങളൊക്കെ ഒഴിവായിട്ട് ഒരു ബാധയില്ലാത്ത അവസ്ഥയോട് മാറാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. മാത്രവുമല്ല, നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നിലവിലുള്ള നമ്മുടെ ഓരോ കടബാധ്യതയും നമ്മൾ എഴുതി വെക്കണം. ഇത്രയും രൂപ എനിക്ക് കടമുണ്ട്, നമുക്ക് അതിനേക്കാളും വലുതാവാൻ പറ്റിയ ആയിപ്പോ ഇത്രയും തുക എനിക്ക് ബാധ്യതയുണ്ട്. അപ്പോ ബാങ്കിൽ ഇത്ര രൂപയുണ്ട്, കാർ ലോൺ ഇത്രയുണ്ട്, എനിക്ക് ഹൗസ് ലോൺ ഇത്രയുണ്ട്, എനിക്ക് എന്താ പറയാ, പിന്നെ ഇന്ന വ്യക്തിക്ക് ഇത്ര കൊടുക്കാനുണ്ട്, ഇന്ന വ്യക്തിക്ക് ഇത്ര കൊടുക്കാനുണ്ട്. ഇത് കൃത്യമായി എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എഴുതി വെച്ചിട്ട് ഇത് എനിക്ക് ഇത് മാറ്റേണ്ട സംഭവമാണ്, ഇതിനെ ഞാൻ തകർക്കും, ഇതിനെ ഞാൻ അടിച്ചമർത്തും എന്ന രൂപത്തിലോട്ട് നമ്മൾ വളർന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്കത് മാറുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, നമ്മുടെ ശരീരം വളർന്നത് അകത്ത് നിന്നുള്ള പ്രവർത്തനം കൊണ്ടാണ്. നമുക്ക് ചുറ്റുമുള്ളതും നമ്മുടെ അകത്ത് നിന്നുള്ള ചിന്തയുടെയും വികാരങ്ങളുടെയും ഫലമാണ്. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ? പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. നമ്മുടെ ചുറ്റുപാട് ഇപ്പോൾ ഉള്ളത്, നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്, നമ്മളിപ്പോൾ അനുഭവിച്ചു കൂട്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ നിരന്തരമായ ചിന്തയുടെയും നമ്മൾ മനസ്സിൽ വെച്ച് പുലർത്തുന്ന വൈകാരികതയുടെയും ഫലമായിട്ടാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലേ? പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. ഒന്ന് ടൈപ്പ് ചെയ്തേ. ചില ആൾക്കാരെ വിശ്വസിക്കൂല. എന്നെ അവൻ കുടിക്കുമെന്നല്ല, അതൊക്കെ നിങ്ങളെ വിവരക്കേടാണ്, നമ്മളെ വിവരക്കേടാണ്. അവൻ കുടിക്കുമെന്നല്ല. മനസ്സിലായോ? അപ്പോ നമുക്ക് ചുറ്റും ഒരുപാട് ഈ റോളിംഗ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ലൊരു ഒരു ബിസിനസ് ഒത്തുവരികയും നല്ല പ്രോഫിറ്റിലോട്ട് പോകുവാനൊക്കെയുള്ള ആശയങ്ങളും വ്യക്തികളും അവസരങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടും നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുന്ന സിഗ്നൽ മുഴുവനും റോളിങ്ങും കടവും പ്രശ്നവും പൈസ കിട്ടാതിരിക്കലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പുറത്തോട്ട് പോകുന്നത് മുഴുവനും. ഇത് പുള്ളിക്കാരൻ ചിന്തിക്കുന്നത് എന്താണ്? മാലിന്യം പുറത്തേക്ക് എറിഞ്ഞിട്ട് സുഗന്ധം തിരിച്ചു കിട്ടണമെന്ന്. നടക്കൂല. അപ്പോ
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ മാറണമെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞത് എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ, നിലവിലുള്ള നമ്മുടെ നമ്മുടെ മാനസികാവസ്ഥയിൽ കാതലായ മാറ്റം വരുത്തിയേ പറ്റൂ. ഇതൊക്കെ കേട്ടിട്ടും ചില ആൾക്കാർ ചിന്തിക്കും, ഓക്കെ, വീണ്ടും ഇതങ്ങ് ഒഴിവാക്കും, അടുത്ത ദിവസം സെഷൻ ഉണ്ട്, അതിന് ഒരുപക്ഷെ വരൂല്ല. പിന്നെ അവരുടെ കഥ പറയാനില്ല, ഒന്നും പറയാനില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇമോഷൻസിനെയും നമ്മുടെ തോട്ടിനെയും മാറ്റുവാൻ കാതലായ ചില കാര്യങ്ങൾ ചെയ്യുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അകത്താണ് എല്ലാ കാര്യങ്ങളും. മനസ്സിലായില്ലേ? അകത്താണ് എല്ലാ കാര്യങ്ങളും ഉള്ളത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണം, പണം സമ്പാദിക്കുന്നത് ഏറ്റവും പുണ്യമുള്ള കാര്യമാണ്. അത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവർ? ഈ പണം സമ്പാദിച്ച് പണക്കാരനാവുന്നത് ഒരു പുണ്യകരമായ കാര്യമാണ് എന്ന് വിശ്വസിക്കാത്ത എത്രയോ ആളുകളുണ്ട്. അവർക്ക് കട്ടൻ ചായ കുടിക്കണമെങ്കിൽ ഈ പറയപ്പെട്ട പണക്കാരൻ എന്തെങ്കിലും കൊടുത്തിട്ട് വേണം. ഇവരുടെ കാഴ്ചപ്പാടതാണ്, വെറുതെ പറയുന്നതല്ല. പണക്കാരെ കാണുമ്പോൾ ഒരു വെറുപ്പ് എത്രയെന്നറിയോ? പണക്കാരോടുള്ള ഒരു അസൂയ എത്രയെന്നറിയോ? കുശുമ്പ് എത്രയറിയോ? എന്തുകൊണ്ടാണ് ഒരു പണക്കാരനോട് അസൂയയും വെറുപ്പും കുശുമ്പും കുനിഷ്ടും തോന്നുവാനുള്ള കാരണം എന്താണ്? അയാളുടെ കയ്യിൽ പണമുണ്ട്. അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ വെറുക്കുന്നത് ആരെയാണ്? പണത്തെയാണ്. പണം അയാളുടെ കയ്യിലുള്ളത് കൊണ്ടാണ് നിങ്ങൾ അയാൾ വെറുക്കുന്നത്. അയാളെല്ലാം പൊട്ടി പാലീസായി എന്ന് പറഞ്ഞാൽ എന്തൊരു സന്തോഷാന്നറിയോ? അവനത് കിട്ടണം, അവന്റെ ഞെളിവ് കൊണ്ടല്ലോ എമ്മാ ലെവലായിരുന്നു അവനത് കിട്ടണം. അപ്പൊ എല്ലാവർക്കും വലിയ സന്തോഷമായി. അപ്പൊ നിങ്ങൾക്ക് സന്തോഷം നൽകുന്നത് ആ ബ്രെയിൻ തരിക. നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന നിങ്ങളെ ബ്രെയിൻ തരിക. കാതലായ ഒരു അഴിച്ചുപണി നമ്മുടെ മനസ്സിൽ നടത്തേണ്ടതുണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. മനസ്സിലായില്ലേ? കാതലായ ഒരു അഴിച്ചുപണി. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, പണത്തെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടും, ഇഷ്ടമില്ലാത്തതെന്ന് പരസ്യമായിട്ട് പറയില്ല. ഞാൻ പണത്തെ വെറുക്കുന്നു എന്ന് ഒരുത്തനും പറയില്ല. ഇൻഡയറക്റ്റ് ആയിട്ട് പറയും, നിങ്ങൾ പണക്കാരെ വെറുക്കുന്നു. കറക്റ്റ്, നിങ്ങൾ പണത്തെ വെറുക്കുന്നു എന്നതിന്റെ അർത്ഥം. നിങ്ങൾ ഇമാതിരി ടോക്ക് നടത്തുന്നു, പൈസ വലിയ കാര്യമൊന്നുമില്ല. കറക്റ്റ്, നിങ്ങൾ പണത്തെ വെറുക്കുന്നു, പണത്തോട് വലിയ കാര്യമില്ല. മനസ്സിലായോ? അപ്പോ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ചോദിക്കുകയാണെങ്കിൽ, പണക്കാരനാവുന്നത് പുണ്യകരമായ കാര്യമാണെന്നും, പണക്കാരനാവണമെങ്കിൽ അയാൾക്ക് ഒരുപാട് പണം വരണമെന്നും, ഈ പണം അയാളിലേക്ക് വരണമെങ്കിൽ ഒരുപാട് ആളുകൾ അയാൾക്ക് വേണ്ടി ജോലിയെടുക്കണമെന്നും, കുറെ ആൾക്കാർ ജോലിയെടുക്കാൻ ഉണ്ടായാൽ മാത്രം പോരാ, ഒരുപാട് ബിസിനസ്സുകൾ അയാൾക്ക് കിട്ടണം, ഒരുപാട് ബിസിനസ് ഓർഡറുകൾ അയാൾക്ക് കിട്ടണം, ഒരുപാട് സെയിൽസ് അയാളുടെ പ്രൊഡക്റ്റ് നടത്തണം. അങ്ങനെ നടത്തണമെങ്കിൽ അയാൾ ഒരു നല്ല വ്യക്തിയായിരിക്കണം. അതുകൊണ്ട് പണക്കാര് നല്ലവരാണ് എന്ന് വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പണക്കാരാവാൻ പറ്റില്ല. അപ്പൊ ചില ആൾക്കാരെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാവും, ഏതോ ഒന്നോ രണ്ടോ ആൾക്കാരെ കുറിച്ചിട്ട്, അവന് പണമില്ലാത്ത കാലത്ത് കുഴപ്പമില്ലായിരുന്നു, ഇപ്പൊ അവന് ഭൂലോക ഗുണ്ടയാന്നൊക്കെ പറയും. അങ്ങനെയുള്ള ആൾക്കാരുടെ പണം നിൽക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെടുത്ത പണം വന്ന് നമ്മൾ പണത്തോട് അനാദരവ് കാണിച്ചുകൊണ്ട് അനാവശ്യമായി പണം ചെലവഴിക്കുകയാണെങ്കിൽ വർഷങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മാസങ്ങൾ കൊണ്ടോ വന്നതുപോലെ തിരിച്ചു പോയിക്കോളൂ. അത് വേറെ കുഴപ്പം. പണം നിലനിൽക്കണമെങ്കിൽ, അന്ത്യം വരെ നിലനിൽക്കണമെങ്കിൽ, അന്ത്യം വരെ അതുകൊണ്ട് നമുക്ക് എൻജോയ്മെന്റ് നടത്തണമെങ്കിൽ നമ്മൾ പണത്തെ സ്നേഹിക്കണം. നമ്മൾ നല്ല ആളാവുക തന്നെ അതിന് വഴിയുള്ളൂ എന്ന് തിരിച്ചറിയുക. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, നമ്മുടെ തലച്ചോർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിനെ പോലെയാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ആർ യു വിത്ത് മീ? യെസ് ഓർ നോ? പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. വളരെ ശ്രദ്ധിക്കണം. ഈ പണക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള വ്യത്യാസം എന്താ ചോദിക്കുകയാണെങ്കിൽ, വെരി ഗുഡ്, നമ്മൾ പറയാണ്. അപ്പൊ പാവപ്പെട്ടവന്റെ ഉള്ളിൽ ഏതൊക്കെ ഫയലുകളാണോ ഉള്ളത് പണവുമായി ബന്ധപ്പെട്ട്, അവന് അത് മാത്രമേ എടുക്കാൻ പറ്റൂ. മനസ്സിലായില്ലേ? പണക്കാരന്റെയും പാവപ്പെട്ടവന്റെയും മനസ്സ് രണ്ടും രണ്ടാണ്. മനസ്സിലായോ? ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഞാനൊരു ഫോട്ടോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഒന്ന് നോക്കൂ. ഈ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താണ്. ഇതൊരു റിച്ചായ ആളുടെ വീടാണ്, ഒരു പണക്കാരന്റെ വീടാണിത്. പണക്കാരന്റെ മനസ്സും ഏകദേശം ഇതുപോലെയായിരിക്കും.
അകത്തുള്ളതിന്റെ പ്രതിഫലനമാണ് പുറത്ത് എന്ന് നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ. അകത്തെ ചിന്തയും വികാരങ്ങളും ഒക്കെ എന്താണോ അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് പുറത്ത് എന്ന് നമ്മൾ ഇപ്പോൾ പറഞ്ഞു. നിങ്ങൾ എല്ലാവരും അംഗീകരിച്ചു. യെസ് സർ, യെസ് സർ, എല്ലാവരും ടൈപ്പ് ചെയ്തു. അപ്പോ പാവപ്പെട്ടവരാണ് നോക്കൂ നിങ്ങൾ. ഇയാളുടെ വീടും കൂടും ഇങ്ങനെയാണെങ്കിൽ ഇയാളുടെ മനസ്സും ഇങ്ങനെയായിരിക്കും. മനസ്സിലായില്ലേ? അതായത് മനസ്സിന്റെ ഉള്ളിലുള്ള എന്താ പറയാ ധനപരമായിട്ടുള്ള ഫയലുകൾ എന്താണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആ ഫയലുകൾ അനുസരിച്ച് മാത്രമേ ഒരു വ്യക്തിക്ക് തീരുമാനമെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പം കടബാധ്യതയിൽ നിന്ന് കടബാധ്യതയിലോട് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനസ്സിൽ ഈ കടം കൂടുവാനുള്ള ഫയലുകളാണ് നിരത്തി വെച്ചത്. അതുകൊണ്ട് ഒരു ബാധ്യത തീരുമ്പോൾ അടുത്ത ബാധ്യത എങ്ങനെ ഉണ്ടാക്കി കൊടുക്കും ഇവന് എന്നാണ് ഇയാളുടെ ബ്രെയിൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇയാള് കടമൊക്കെ തീർന്നു, ബ്രെയിൻ വളരെ അസ്വസ്ഥനായിരിക്കും. കാരണം ഇയാൾക്ക് സേവനം ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഇയാൾക്ക് ബാധ്യത ഇവിടെ ഫയലാണല്ലോ ഇവിടെ കിടക്കുന്നത്, അതിങ്ങനെ ഓപ്പൺ ആവാൻ വേണ്ടി ഇങ്ങനെ വെമ്പ കൊള്ളും. അപ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു അസുഖം വരുന്നത്, വീണ്ടും കടക്കാരനാവും. അപ്പോ ഞാനിന്ന് പറഞ്ഞ കാര്യങ്ങൾ വളരെ ഗൗരവമുള്ള കാര്യമാണ്. കടത്തിന്റെ ഫയൽ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും. മനസ്സിലായില്ലേ? ആ കടം വാങ്ങാത്ത ഒരവസ്ഥയെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. ആ സമയത്ത് സാറേ ഇതല്ലാണ്ട് വേറെ ഓപ്ഷൻ നിങ്ങൾ കാണൂല. സൂം ചെയ്ത് അത് മാത്രം നിങ്ങൾ കാണിച്ചു തരും. അത് 100% ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നും. തോന്നാൻ കാരണം അത് മാത്രമേ നിങ്ങളെ മനസ്സിലപ്പോ ഉള്ളൂ, ഫയലായിട്ടുള്ളൂ. അപ്പോ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയുക, സാമ്പത്തികമായിട്ടുള്ള ഈ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ അതൊരു മാനസിക പ്രോഗ്രാമിംഗ് ആണ്. ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? പ്ലീസ് ടൈപ്പ് ദിസ് വൺ. ഫിനാൻഷ്യൽ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ അതൊരു മാനസികമായിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ആണ്, ഒരു മെന്റൽ പ്രോഗ്രാമിംഗ് ആണ്. ഫിനാൻഷ്യൽ ക്രൈസിസ് ഈസ് എ മെന്റൽ പ്രോഗ്രാമിംഗ്. Can you agree with me, my dear friends? അലമാറയിൽ അടക്കി വെച്ചതല്ലാതെ പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. പണക്കാരന്റെ മനസ്സിൽ ഒരുപാട് ഫയലുകൾ അട്ടിയായി വെച്ചിട്ടുണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക്കലി അയാൾക്ക് പണക്കാരനാകുവാനുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റൂ, അയാൾക്ക് പാവപ്പെട്ടവനാകുവാനുള്ള തീരുമാനം എടുക്കാൻ പറ്റൂല. കാരണം അയാളുടെ ഉള്ളിൽ ആ ഫയലുകൾ ഇല്ല. പാവപ്പെട്ടവന് പണക്കാരനാവാൻ പറ്റൂല. കാരണം പണക്കാരനാവാൻ അയാളുടെ സെൽഫിലുള്ളതല്ലേ എടുക്കാൻ പറ്റൂ. അയാളുടെ സെൽഫിലുള്ളതല്ലേ എടുക്കാൻ പറ്റൂ. അപ്പോ ഒരു കാര്യം ചെയ്യാം, നമ്മൾ ഇന്നത്തെ സെഷൻ ഞാൻ ഒരു ചെറിയ തെറാപ്പിക്ക് ഒരു മെന്റൽ എക്സസൈസ് നിങ്ങൾക്ക് നൽകാം. അത് നിങ്ങൾ ലൈഫ് ലോങ് വെച്ച് പുലർത്തുക. ലൈഫ് ലോങ് മിനിമം ഒരു 3 മാസമെങ്കിലും. അങ്ങനെ നമ്മുടെ മനസ്സിൽ ഈ ധനത്തിന്റെ ഫയലുകളെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ചില ആൾക്കാരൊക്കെ ചിന്തിക്കും, ഓ എങ്ങനെ കടം തീർക്കാം? അപ്പൊ കരീം സാർ ഇവിടുന്ന് ആർക്കെങ്കിലും ഒക്കെ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കുന്നുണ്ടോ? അങ്ങനെയല്ല. ഈ ഒരു ക്ലാസ് കേട്ട് നാളെ തന്നെ നിങ്ങളെ ബാധ്യതകളൊക്കെ തീർന്ന് നിങ്ങൾ ഒരു റിച്ച് ആവുക എന്നതുമല്ല. അതിനൊക്കെ അതിൻ്റെതായ സമയമുണ്ട്. നിങ്ങളൊരു കുഞ്ഞു ആൺകുട്ടിയാണ്, ആ ആൺകുട്ടിയെ അടുത്ത മാസം തന്നെ പ്രസവിച്ച് അടുത്ത വർഷം തന്നെ കല്യാണം കഴിപ്പിച്ച് വിടാൻ പറ്റുമോ? അതിന്റെ വളർച്ചയുടെ പ്രൊസീജിയർ ഉണ്ട്, സമയമുണ്ട്, കാലഘട്ടമുണ്ട്. അതിലൂടെ വരണം എന്ന് പറഞ്ഞ പോലെ ഇന്നലെയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്ന് മുതൽ മറ്റൊരു അവസ്ഥയിലൂടെ നമ്മൾ മാറുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ ഫിനാൻഷ്യൽ അവസ്ഥ മാറും. തിരിച്ചറിയുക. അതേപോലെ തന്നെ നമ്മുടെ ഒക്കെ ഉള്ളിൽ ഈ രൂപത്തിലുള്ള ധനപരമായ ഫയലുകൾ അട്ടിയായി വെച്ചിരിക്കുന്നു. ഈ ഫയലുകൾക്ക് അനുസ്യൂതമായി മാത്രമേ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇതിനപ്പുറം കഴിയില്ല എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് എല്ലാവരും ഒന്ന് നിവർന്നിരുന്നേ മൈ ഡിയർ ഫ്രണ്ട്സ്, ജസ്റ്റ് നിവർന്നിരുന്നേ. നമുക്ക് വ്യത്യസ്ത തെറാപ്പികൾ എല്ലാ ദിവസവും ഉണ്ടാവും. അതുകൊണ്ട് ഇന്ന് പങ്കെടുത്ത ആൾക്കാർ നാളെയും പങ്കെടുക്കണം. അങ്ങനെ നിങ്ങൾ പങ്കെടുക്കുമ്പോഴേ നിങ്ങളുടെ മനസ്സ്, മിക്കവാറും ആൾക്കാർക്ക് എന്താണെന്നറിയോ, പങ്കെടുക്കാൻ പറ്റുമോ, വേണോ, വേണ്ട, പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു മാറ്റത്തിനുള്ള ഒരു ഫയൽ ഇല്ല.
അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം എന്ന് വിചാരിച്ച് കയറി നോക്കിയതായിരിക്കും. അങ്ങനെ വരുമ്പോൾ കയറി നോക്കി ഒന്നും കിട്ടൂല, പോവും. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളുടെ ലൈഫ് മാറുവാനുള്ള പല സ്പാർക്കുകളും ഞാൻ വരികൾക്കുള്ളിലൂടെ നിങ്ങളുടെ മനസ്സിലോട്ട് ഞാൻ സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നവന് മനസ്സിലാവും, മനസ്സ് തുറന്നു വെച്ചവൻ. അല്ലാത്തവന് മനസ്സിലാവില്ല. എപ്പോഴും മനസ്സിലാക്കുക, നമ്മുടെ മനസ്സിലെ ഈ സെൽഫുകൾ മനസ്സിലായില്ല. ഞാൻ ഇപ്പൊ നിങ്ങളുടെ അറബി ഭാഷയെ സംസാരിച്ചു, നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. കന്നഡയിൽ സംസാരിച്ചു, ഒന്നും മനസ്സിലാവില്ല. തുളു ഭാഷയെ സംസാരിച്ചു, ഒന്നും മനസ്സിലാവില്ല. കാരണം നിങ്ങളുടെ മനസ്സിന്റെ അലമാരയിൽ ഈ വാക്കുകളൊന്നുമില്ല. മനസ്സിലായി? മലയാളം സംസാരിച്ച് മലയാളത്തിന്റെ വാക്കുകളൊക്കെ അട്ടിയായി, എന്നാലും ചില വാക്കുകൾ അവിടെ ഇല്ലെങ്കിൽ നമ്മൾ ചോദിക്കും, ഇതെന്താ ഇതിനർത്ഥം? ആ, മനസ്സിലായി. എല്ലാം അങ്ങനെയാണ്. പണവും അങ്ങനെയാണ്. അപ്പൊ ഒരുത്തന്റെ മനസ്സിന്റെ ഉള്ളിൽ ഇതെന്താണ്? പണക്കാരനാവാൻ എനിക്ക് താല്പര്യമില്ല, കടം മാറണം, അവന്റെ ഫയലാവുന്നു. അപ്പം അവനെന്താണ്? പണക്കാരനാവാൻ താല്പര്യമില്ല. ആ പണവുമായി ബന്ധപ്പെട്ട ഒരു വെറുപ്പാണ് അവന്റെ ഉപബോധ മനസ്സിൽ സന്നിവേശം വെച്ചത്. ഒരു അനിഷ്ടം, താല്പര്യമില്ലായ്മയാണ്. അവന് കടം തീരൂല്ല, അവൻ പണക്കാരനാവില്ല. അവനെടുക്കുന്ന തീരുമാനങ്ങൾ മുഴുവൻ അങ്ങനെയായിരിക്കും. അവൻ പറയുന്ന കാര്യങ്ങൾ മുഴുവനും ഇതിനെ സാധൂകരിക്കുന്നതായിരിക്കും. അവൻ ചെയ്യുന്ന പണി മൊത്തം അങ്ങനെയായിരിക്കും. അവൻ അനുഭവങ്ങളും അങ്ങനെയായിരിക്കും. അതിനെ മാറ്റം വ്യക്തിയെ. സോ എല്ലാവരും നിവർന്നിരുന്നേ, മൈ ഡിയർ ഫ്രണ്ട്സ്. ക്ലോസ് യുവർ ഐസ്. കണ്ണുകളടച്ച് സ്വസ്ഥമായിട്ട് നിവർന്നിരുന്നേ. ശ്വാസത്തിലേക്ക് മനസ്സുകൊണ്ടുപോയേ. ശ്വാസത്തിലേക്ക് മാത്രം. ശ്വാസം വേറെ വരെ എടുത്തു വിട്ടേ. ശ്വാസം വേറെ വരെ എടുത്തു വിടുക. Breathing, breathe out. Breathing. എത്രത്തോളം ബോധപൂർവം ശ്വാസം എടുത്തു വിടുന്നോ അത്രത്തോളം മനസ്സ് ശാന്തമാവും. എത്രത്തോളം മനസ്സ് ശാന്തമാവുന്നോ അത്രത്തോളം അയാളുടെ മനസ്സ് തെളിയൂറി വരും. എത്രത്തോളം ഒരാളുടെ മനസ്സ് തെളിയൂറി വരുന്നുവോ അത്രത്തോളം നല്ല നല്ല ആശയങ്ങൾ, പരിഹാരങ്ങൾ, സൊല്യൂഷൻസ് അയാളുടെ മനസ്സിൽ വിരിഞ്ഞു വരും. എത്രത്തോളം സൊല്യൂഷൻസുകളും നല്ല ചിന്തകളും മനസ്സിൽ വിരിഞ്ഞു വരുന്നുവോ അത്രത്തോളം അയാളുടെ മനസ്സ് ശാന്തമാവും, സന്തോഷമുള്ളതാവും. എത്രത്തോളം സന്തോഷവും ശാന്തിയും മനസ്സിൽ നിലനിൽക്കുന്നുവോ വീണ്ടും വീണ്ടും നല്ല നല്ല ചിന്തകളും നല്ല നല്ല വികാരങ്ങളും തന്നെ വന്നുകൊണ്ടിരിക്കും. വീണ്ടും അതന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേണ്ടത് ഈ സന്തോഷവും ശാന്തിയും സമാധാനവുമാണെന്നും ഇതിലോട്ട് നയിക്കണമെങ്കിൽ എന്താണ് വേണ്ടത് എന്ന് വീണ്ടും കൊടുക്കുകയാണ്. നമുക്ക് ഒരുപാട് ധനം വേണം, അതാണ് ചിന്തിക്കേണ്ടത്. പണമാണ് നമുക്ക് വേണ്ടത്. പണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴുള്ള നമ്മുടെ വൈകാരികത കൃത്യമായി നമ്മൾ നോട്ട് ചെയ്യണം. പണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ വൈകാരികത, പണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ വൈകാരികതയെ ഒന്ന് മനസ്സിൽ കുറിച്ചു വെക്കും. വീണ്ടും നമ്മുടെ കയ്യിൽ ധാരാളം പണമുള്ളതായിട്ട് മനക്കണ്ണുകൊണ്ട് കാണുക. അത്രയും പണം നിങ്ങളുടെ മനസ്സിന്റെ അലമാരയിൽ വെക്കുക. കോടിക്കണക്കിന് രൂപ കെട്ടുകളായിട്ട് നിങ്ങളുടെ കൈവശമുള്ളതായിട്ട് മനസ്സുകൊണ്ട് കാണുക, വ്യക്തമായി കാണുക. നോട്ട് കെട്ടുകളായിട്ട് ധാരാളം സമ്പത്ത്, യഥേഷ്ടം, 4 ഭാഗത്തും സമൃദ്ധി. മനസ്സ് പ്രകാശപൂരിതമാവട്ടെ. പണം സ്വാഭാവികമായും നമ്മുടെ സുഹൃത്തിനെ പോലെ, ഒരു അടുത്ത സ്നേഹിതനെ പോലെ, ഒരു അടുത്ത സുഹൃത്തിനെ പോലെ നമ്മളോട് അടുത്ത് ഇടപഴകുന്നു. പണം ഒരു അടുത്ത സുഹൃത്തിനെ പോലെ വളരെ സ്നേഹത്തോടെ
നമ്മളോട് ഇടപഴകുന്നു. അടുത്ത സുഹൃത്തിനെ പോലെ. യെസ്. ഇപ്പോൾ നിങ്ങൾ ആ പണത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ വികാരം ഒന്നുകൂടി നോട്ട് ചെയ്യുക. ഇപ്പോൾ ഒന്നുകൂടി നോട്ട് ചെയ്യുക. ഉറപ്പായിട്ടും കുറെ കൂടി പോസിറ്റീവായ അവസ്ഥയിലൂടെ വന്നു കാണും. യെസ്. ഇനി കുറെ കൂടി റിലാക്സേഷനിലൂടെ പോവുക. കുറെ കൂടി റിലാക്സേഷനിലൂടെ പോവുക. റിലാക്സ്, റിലാക്സ്. നേരത്തെ കണ്ട പോലെ നിങ്ങളുടെ കൈവശം ഒരുപാട് പണം കയ്യിൽ പിടിക്കുന്നതായിട്ട് പണത്തെ ടച്ച് ചെയ്യുക. പണത്തെ ടച്ച് ചെയ്യുക. പണത്തിന്റെ ഗന്ധം അറിയുക. പണം എണ്ണുമ്പോഴുള്ള ശബ്ദം ഒന്ന് കേൾക്കുക. ഒരുപാട് പണമുണ്ട്. നോട്ടിന്റെ കെട്ടുകൾ എണ്ണുക നിങ്ങൾ. അപ്പോഴുള്ള ശബ്ദം. അപ്പം രണ്ട് കാര്യം നടക്കുന്നു, 3 കാര്യം നടക്കുന്നു. നിങ്ങളെ പണത്തെ കാണുന്നു, പണത്തെ തൊടുന്നു, പണത്തിന്റെ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ പണത്തിന്റെ ഒരു തരം ഗന്ധം നിങ്ങളുടെ മൂക്കിലോട്ട് അടിച്ചു വീശുന്നതായിട്ട് അറിയുക. പണത്തിന്റെ ഒരു ഗന്ധം നിങ്ങളുടെ മൂക്കിലോട്ട് അടിച്ചു വീശുന്നു. ഇടക്കിടക്ക് നിങ്ങൾ ഉമിനീര് പുരട്ടി ആ പണത്തെ വീണ്ടും എണ്ണുന്നു. അപ്പോൾ പണത്തിന്റെ ഒരു ടേസ്റ്റും നിങ്ങൾക്ക് കിട്ടുന്നു. അറിയുക, ഈ 5 എണ്ണം നിരന്തരമായി നിങ്ങളുടെ ഉള്ളിൽ കൊടുത്താൽ ഇത്രയും പണം ഒരു ഫയലായി നിങ്ങളുടെ ഉള്ളിലോട്ട് വരും. ഉപബോധ മനസ്സിൽ എല്ലാ കാര്യങ്ങളും സന്നിവേശിപ്പിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ വഴിയാണ്. കണ്ട്, കേട്ട്, മണത്ത്, രുചിച്ച്, തൊട്ട്. ഇത്രയും പണത്തെ നമ്മൾ കാണുകയും തൊടുകയും രുചിക്കുകയും മണക്കുകയും കേൾക്കുകയും ചെയ്താൽ, നിരന്തരം ചെയ്താൽ, നമ്മുടെ ഉള്ളിൽ ആ അലമാരയിൽ ഈ പണത്തിന്റെ ഒരു ശക്തമായ ചിത്രവും പണത്തെക്കുറിച്ചുള്ള നല്ല വികാരവും പോസിറ്റീവായ ഇമോഷൻസ്, സന്തോഷം, ശാന്തി, ബാലൻസിങ്, എത്ര പണം വന്നാലും സ്വീകരിക്കുവാൻ സാധ്യമാകുന്ന ഒരു വിശാലമായ മനസ്സ്. ഇത് സ്ഥിരമായി ചെയ്യുമ്പോൾ നമ്മുടെ റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ഇതുപോലുള്ള ധനം നിങ്ങളിലേക്ക് വരുവാൻ ആവശ്യമായ ആശയങ്ങൾ, വ്യക്തികൾ, ഐഡിയാസ്, വിസ്ഡം, സാഹചര്യം എല്ലാം നിങ്ങളിലോട്ട് അട്രാക്ട് ചെയ്യും. നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഈ പണത്തെ അങ്ങ് സന്നിവേശിപ്പിച്ച് നന്ദിയോടെ 3 തവണ പറയുക, പണക്കാരനാവുന്നത് ഏറ്റവും വലിയ ആത്മീയ പ്രവൃത്തിയാണ്. ഞാൻ ഒരു കോടീശ്വരനായിക്കൊണ്ടിരിക്കുന്നു. പണക്കാരനാവുന്നത് ഏറ്റവും നല്ല ആത്മീയ പ്രവൃത്തിയാണ്. എനിക്കൊരു കോടീശ്വരന്റെ മനസ്സുണ്ട്. പണക്കാരനാവുന്നത് ഏറ്റവും നല്ല പുണ്യപ്രവൃത്തിയാണ്. എനിക്കൊരു കോടീശ്വരന്റെ മനസ്സുണ്ട്. ഇത് ആവർത്തിച്ച് മനസ്സിൽ പറഞ്ഞ് രാവിലെയും വൈകുന്നേരവും നിങ്ങളുടെ ഉള്ളിലേക്ക് ഈ അഫർമേഷൻസ് കൊടുക്കുക. Now you can slowly open your eyes. അത്രയും പണത്തെ അകത്തോട്ട് സന്നിവേശിപ്പിച്ച്, അകത്താണ് എല്ലാത്തിൻ്റെയും ഖജനാവ്, അകത്തുള്ളതാണ് പുറത്തു വരിക. സ്ലോലി ഓപ്പൺ യുവർ ഐസ്. അപ്പോൾ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാ ദിവസവും ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നിങ്ങൾ പറയേണ്ട അഫർമേഷൻ, പണക്കാരനാവുന്നത് ഒരു ഏറ്റവും നല്ല ആത്മീയ പ്രവൃത്തിയാണ്. ഞാൻ ഒരു കോടീശ്വരനായിക്കൊണ്ടിരിക്കുന്നു. പണക്കാരനാവുന്നത് ഏറ്റവും നല്ല പുണ്യപ്രവൃത്തിയാണ്. എനിക്കൊരു കോടീശ്വരന്റെ മനസ്സുണ്ട്. പണക്കാരനാവുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. എനിക്കൊരു കോടീശ്വരന്റെ മനസ്സുണ്ട്. ഈ 3 അഫർമേഷൻസ് നിങ്ങൾ എല്ലാ ദിവസവും പറയുക. ഇത് ഒരു ആക്ടിവിറ്റി ആയിട്ട് എടുക്കുക. അതേപോലെ നമ്മൾ പറഞ്ഞ പോലെ
നമ്മൾ നിലവിൽ ഏതൊക്കെ രൂപത്തിലുള്ള മാനസികാവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് എഴുതി വെക്കുക, അതിനെ തിരുത്തുക, ഏത് രൂപത്തിലാണ് പോവേണ്ടത് എന്നതും എഴുതി വെക്കുക. ദെൻ ലൈഫ് റൊട്ടൈൻ തന്നെ മാറ്റുക, നമ്മുടെ ബോഡി ലാംഗ്വേജ് മാറ്റുക, നമ്മുടെ കാഴ്ചപ്പാട് മാറ്റുക. തീർച്ചയായിട്ടും നമുക്ക് അതിനനുകൂലമായ കാര്യങ്ങൾ കാണും, കേൾക്കും. പ്രത്യേകിച്ച് നമ്മുടെ വൈകാരികതയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ ചിന്ത എന്താണെന്ന് സംസാരം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. വിശ്വാസമില്ലാത്ത ടോക്ക്, അതൊക്കെ നമ്മുടെ ഉള്ളിലെ ചിന്തയുടെ ഫലമായിട്ടാണ്, നമ്മുടെ വികാരത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ ഇതൊക്കെ പരസ്പരം കണക്റ്റഡ് ആണ്. സോ എല്ലാവരും ഹാപ്പി പാർക്കിന്റെ റിച്ച് വൈബ് ക്ലബ്ബ് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഇങ്ങനെ മെഡിറ്റേഷനും ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും. അതിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുക. അതേപോലെ തന്നെ നാളെ ഇതിന്റെ ബാക്കി ഭാഗം ഉണ്ടാവും, അതിലും എല്ലാവരും പങ്കെടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനി നിങ്ങൾക്ക് സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ചോദിക്കാം. മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു.